അങ്ങനെ ഒരു ഞായറാഴ്ച രാവിലെ ലാൽ മീഡിയയിൽ ഇരുന്നു കൊണ്ട് താങ്കളോടുള്ള സംവാദം തുടങ്ങട്ടെ. എത്രയോ കാലമായി നമ്മളിങ്ങനെ ഒരു പ്ലാൻ ചെയ്യണു. അപ്പോൾ ഇന്നാണ് അതിൻ്റെ നിമിത്തം. ഞാൻ ലാൽ മീഡിയ വെച്ചുകൊണ്ട് തുടങ്ങാം. അതായത് സിനിമയിൽ ഉണ്ടാകുന്ന പൈസ സിനിമയിലേക്ക് തന്നെ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളത് ഐ തിങ്ക് അത് സിനിമക്കാരൊരു പ്രവണതയല്ല. പക്ഷേ ലാൽ മീഡിയ തുടങ്ങിയത് തെങ്കാശി പട്ടണത്തിൻ്റെ ശേഷമാണോ? ലാൽ മീഡിയ തുടങ്ങിയ തെങ്കാശി പട്ടണത്തിന് ശേഷം ഓർമ്മ. അവിടുന്ന് അങ്ങടെ ഇപ്പോൾ എത്തുന്ന സ്റ്റുഡൻറ്റിലും വളരെ നല്ല അഭിപ്രായമായിരുന്നു. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന ഒരു ചേഞ്ചസ് ഉണ്ടല്ലോ. അതായത് ഇപ്പോൾ ഒരു ഭാഗത്ത് പ്രൊഡ്യൂസർ, ആക്ടർ പല സ്ഥലങ്ങളിലും പല ഭാഷകളിലും എന്താ പറയുക നടിക്കുക. അതിന് ഹിന്ദിക്കാണെങ്കിൽ അതിന് ട്രാൻസ്ലേറ്റർ ഉണ്ടാവുക. ഇതൊക്കെ വലിയ ഭാഗ്യമുള്ള കാര്യമാണ്. സോ ഇപ്പോൾ ഉള്ള ലാൽ എന്ന് പറയുന്ന ഈ ഒരു നടൻ്റെ ജീവിതത്തിലുള്ള ഒരു ഫേസ് എങ്ങനെയാണ്? ഞാൻ എന്നും ഒരുപോലെയൊക്കെ തന്നെയാണ്. അന്നൊന്നും എനിക്ക് വലിയ വ്യത്യാസങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ആദ്യം ചോദിച്ചിടത്ത് തന്നെ തുടങ്ങാം. കുറേ നാള് രേഖ ഇൻ്റർവ്യൂവിൻ്റെ കാര്യം പറയുമെന്ന് പറഞ്ഞില്ല. ഞാൻ ആർക്കും ഇൻ്റർവ്യൂ കൊടുക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ്റർവ്യൂ കൊടുത്തിട്ട് ഇതുവരെ എനിക്കൊരു ഗുണം ഉണ്ടായിട്ടില്ല. നിങ്ങളെ തൊഴിൽ കുഴപ്പമാക്കല്ല. പക്ഷെ ഉറപ്പായിട്ടും ഒരു ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ 4 ശത്രുക്കൾ ഉണ്ടാവും. അത് നിർബന്ധമായിട്ടുള്ളതാണ്. പണ്ട് NF വർഗീസിന് ഇൻ്റർവ്യൂ നടക്കുന്ന ഒരു ടിവിയിൽ ഞാൻ സ്ഥിതിക്കുന്നിട്ട് എണ്ണിയിട്ടുണ്ട്. 1 2 16 വരെ കിട്ടി ഞങ്ങൾക്ക്. കാരണം പുള്ളി വളരെ ഓപ്പണായിട്ട് സംസാരിക്കുന്ന ആളാണ്. സത്യസന്ധമായിട്ട് സംസാരിക്കുകയാണെങ്കിൽ പറയുന്നതിനകത്ത് ശത്രുക്കൾ ഇഷ്ടംപോലെ. ഇനി അതല്ല, ആരെയും വേദനിപ്പിക്കരുതെന്ന് കരുതി സംസാരിച്ചാൽ പോലും ചിലപ്പോൾ ചോദിക്കും നിങ്ങളുടെ സിനിമകളുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ നമുക്ക് തോന്നും. പക്ഷെ അതുപോലെ പ്രതീക്ഷിക്കുന്നത്, അല്ലെങ്കിൽ ജീവിതത്തിലെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളെ പറ്റി ചോദിച്ചാലും ഒക്കെ നമുക്കിങ്ങനെ എണ്ണോടത്ത് എല്ലാവരും ഓർത്ത് പറയാനൊന്നും പറ്റില്ല. ഇതിനു വേണ്ടിയിട്ട് തന്നെ വന്നിരിക്കുന്നതല്ലല്ലോ. അപ്പൊ ഇതിൽ പലരും നമ്മുടെ അടുത്ത സുഹൃത്തുക്കളായിരിക്കും. അവനും ചിലപ്പോൾ ഈസി ആയിട്ട് എടുക്കായിരിക്കും. പക്ഷെ അവൻ്റെ വീട്ടുകാരുടെ മുമ്പിൽ വെച്ചിട്ടാണ് അവന് കാണുന്നതെങ്കിൽ അവൻ്റെ വീട്ടിൽ എല്ലാം ധാരണ ലാലും അവനും ഭയങ്കര ക്ലോസ് ആണെന്നാണ്. പക്ഷെ ആ പേര് പറഞ്ഞില്ലെങ്കിൽ അത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും. എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് പലരുടെയും ഇൻ്റർവ്യൂ കണ്ടിട്ട്. ഇപ്പം അടുത്ത കാലത്ത് സുരേഷ് കൃഷ്ണൻ ഞാൻ ഭയങ്കര സുഹൃത്തുക്കളാണ്. എനിക്ക് സുരേഷ് നന്നായിട്ട് അറിയുകയും ചെയ്യും. അപ്പോൾ സുരേഷിന് ഇൻ്റർവ്യൂ വന്നപ്പോഴും സുരേഷ് സുഹൃത്തുക്കളെ പറ്റി ചോദിച്ചപ്പോഴും എൻ്റെ ബിജു മേനോൻ അങ്ങനെ 2-3 വരെ സിനിമയിൽ പറഞ്ഞു. ഇവരൊക്കെ എന്നെ അറിയാവുന്നവരാണ്, എൻ്റെ തൊണ്ടയിടറിയാൽ അവർക്ക് മനസ്സിലാവും എന്നൊക്കെ പറഞ്ഞു. അപ്പം ഇതൊക്കെ അറിയാവുന്ന എനിക്കത് വിഷമമുണ്ടായി. ഞാൻ സുരേഷിനടുത്ത് പറഞ്ഞു, സുരേഷ് നിങ്ങൾ അങ്ങനെ പറഞ്ഞതിനകത്ത് എനിക്ക് വിഷമമുണ്ടായെന്നല്ല ഞാൻ പറഞ്ഞത്. ഇങ്ങനത്തെ കാര്യങ്ങൾ പറയാതിരിക്കാൻ ശ്രമിക്കുക, കഴിയുന്നത് ഇങ്ങനത്തെ ഇൻ്റർവ്യൂവിന് പോകാതിരിക്കുക. ഇതുകൊണ്ടിട്ട് എനിക്ക് അഡീഷണൽ ആയിട്ടൊരു സിനിമ വരാൻ പോണില്ല അല്ലേ? അല്ലെങ്കിൽ ജീവിതത്തിൽ ഒരു നല്ല പേരുണ്ടാക്കാൻ ഇതുകൊണ്ടിട്ട് പറ്റൊന്നുമില്ല. ഞാൻ സുഹൃത്തുക്കളുടെ കാര്യം ചോദിക്കുന്നില്ല. അതുകൊണ്ട് അതിന് തുടങ്ങട്ടെ. ശത്രുക്കളെ ചോദിക്കണ്ട. അല്ല, രേഖയെ പറ്റി പറഞ്ഞപ്പോൾ തന്നെ എൻ്റെ ഒരു മോളുണ്ട് ലക്ഷ്മി എന്ന് പറഞ്ഞിട്ട്. അവള് പറഞ്ഞു അവൾ ഭയങ്കര ഫാനാണ് നിങ്ങളുടെ. എനിക്ക് അവരുടെ ഇൻ്റർവ്യൂ ഭയങ്കര ഇഷ്ടമാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഒന്നും വെറുതെ അനാവശ്യമായിട്ടൊരു പ്രശ്നങ്ങളിലേക്ക് വലിച്ചിടക്കുന്നൊരു ചോദ്യം ഉണ്ടാവില്ല. ആ ചോദ്യങ്ങൾ കേൾക്കുമ്പോൾ തന്നെ എന്തൊരു ഭയങ്കര രസമാണ് എന്നൊക്കെ പറഞ്ഞാൽ അവർ ഭയങ്കരമായിട്ട് പറഞ്ഞു. ആ ഒരു ബഹുമാനം തന്നെ എനിക്ക് പണ്ട് പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. അതായത് ഞാൻ എന്താ ചെയ്യണമെങ്കിൽ അത് ഞാൻ ഈ ഇന്റർവ്യൂവിന്റെ ഫസ്റ്റ് കട്ട് ഞാൻ സാറിന് അയച്ചു തരും. എന്തെങ്കിലും കട്ട് ചെയ്യണമെങ്കിൽ കട്ട് ചെയ്യാൻ പറയും. കാരണം ഒരാളെ ബുദ്ധിമുട്ടി ഇതേ പറഞ്ഞ അത് വലിയ കഷ്ടമായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം, അത് ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക്. അപ്പോൾ ഈ നടിക്കാൻ തുടങ്ങുന്നത് ഫസ്റ്റ് സിനിമ കളിയാട്ടമാണെങ്കിലും ആദ്യം ജയരാജ് വിളിച്ചത് ജോണി വാക്കറിനായിരുന്നു അല്ലേ? ജോണി വാക്കറിൽ വിളിച്ചു. അതെന്താ പോകാതിരുന്ന അന്നൊരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു. ഒരു വില്ലൻ വേഷം ചെയ്ത് ഞങ്ങൾക്കാണെങ്കിൽ ഒന്നാമത്തെ സിനിമയിലെ നല്ല പിള്ളേരെന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് പേരുണ്ടായിരുന്നു. എനിക്ക് ശ്രദ്ധിക്കുന്നു, ഒരു കുഴപ്പത്തിനും ഇല്ലാത്ത, ഒരു പ്രശ്നങ്ങളിലും പോകാത്ത, കയറിയിട്ട് ആവശ്യമില്ലാതെ ഇടപെടുന്ന ആളുകളല്ലാത്ത എന്നൊക്കെ പറയുന്ന, അതൊക്കെ വെറുതെ എന്തിനാ വില്ലനായിട്ട് പറയുമ്പോൾ പിന്നെ വില്ലനായിട്ടല്ലേ കാണുള്ളൂ. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല, വെറുതെ എന്തിനാ നെഗറ്റീവ് കാര്യമൊന്നും വെച്ചാൽ അതൊക്കെ അന്നത്തെ തെറ്റിദ്ധാരണകളായിരുന്നു എന്ന് പിന്നീട് മനസ്സിലായിട്ടുണ്ട്. അഭിനയിക്കുമ്പോഴും അല്ല, കളിയാട്ടത്തിൽ അഭിനയിക്കുമ്പോഴല്ല, അതിന് ശേഷം എനിക്ക് മനസ്സിലായിട്ടുണ്ട്. പക്ഷെ നാടകത്തിൽ അഭിനയിച്ചിട്ടുണ്ട് ഒരുപാട് സമയമില്ലേ? ഫസ്റ്റ് സിനിമയിൽ തന്നെ നാഷണൽ അവാർഡിന്റെ മെൻഷനാണ് അല്ലേ? അല്ല, അതായിരുന്നില്ല. കളിയാട്ടത്തിന് മെൻഷൻ ഉണ്ടായിരുന്നില്ല. ഒഴിമുറിക്ക് മെൻഷനല്ല, ജൂറി അവാർഡ് ഉണ്ടായിരുന്നു. നാഷണൽ സ്റ്റേറ്റ് അവാർഡ്, നാഷണൽ അവാർഡ്. അപ്പോൾ അവിടുന്ന് അങ്ങടെ ഈ ഒരു എന്താ പറയുക, സിനിമ അഭിനയത്തിലേക്കുള്ള ഒരു കാൽവെപ്പ് അതുകൊണ്ട് തന്നെയായിരുന്നു. അതായത് കളിയാട്ടം ഞാൻ അന്ന് പത്രത്തിനുള്ള ഇൻ്റർവ്യൂ, അന്ന് മറ്റേ KR മീരയാണ് എൻ്റെ ഇൻ്റർവ്യൂ എടുത്തത്. എനിക്കാണ് അവർ പടം ഒരു ഇൻ്റർവ്യൂ എടുത്തിട്ടുള്ളതെന്ന് തോന്നുന്നു, ഒരു ആർട്ടിസ്റ്റിൻ്റെ. അപ്പോൾ അവരൊന്ന് ഇൻ്റർവ്യൂ എടുത്തപ്പോൾ ആ ഇൻ്റർവ്യൂവിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതെൻ്റെ ആദ്യത്തെ അവസാനത്തെ സിനിമയാണ് അഭിനയം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. കാരണം ഞാൻ അങ്ങനെ അഭിനയിക്കാനായിട്ട് കണ്ടിന്യൂ ചെയ്യാനായിട്ട് യാതൊരു ഉദ്ദേശങ്ങളും ഉണ്ടായിരുന്നില്ല. അന്ന് പടത്തിൻ്റെ ഫസ്റ്റ് പ്രിൻ്റ് തിരുവനന്തപുരത്ത് പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ എൻ്റെ ഫാദറും മദറും ഒപ്പില്ല.
അവരൊക്കെ പടം കാണാൻ വന്നിരുന്നു. അവർ പുറകിലായിട്ട് ഇരുന്നത്, ഞാൻ മുമ്പിൽ മാറി ഒറ്റയ്ക്ക് ഇരിക്കുകയായിരുന്നു. പടം കഴിഞ്ഞ് ഇറങ്ങിപ്പോകുന്ന വഴിക്ക് എൻ്റെ ഫാദർ എൻ്റെ മുഖത്ത് ഇങ്ങനെ ഒരു അടി അടിച്ചിട്ട് പോയി. അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ തന്നൊരു കോൺഫിഡൻസ് തന്നൊരു കാര്യം. മാത്രമല്ല എനിക്ക് തന്നെ തോന്നി, കൊള്ളാമല്ലോ ഇയാള് അത്യാവശ്യമൊക്കെ അഭിനയിക്കാമല്ലോ എന്ന് തോന്നി. അതിനുമ്പ് എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. എൻ്റെ വൈഫൊക്കെ അഭിനയിക്കാൻ പോകുന്നതിനകത്ത് ഭയങ്കര എതിരായിരുന്നു. വേറെ ഒന്നുമല്ല, ലാലിൻ്റെ മുഖത്ത് ഒരേ എക്സ്പ്രഷനും പറ്റില്ല. കാരണം ഞങ്ങളുടെ ഈ മിമിക്സ് പരേഡ് എന്നൊക്കെ പറയുന്നത് ഞാൻ സിദ്ദിഖുമായിട്ട് അവതരിപ്പിക്കുന്ന പരിപാടിയിലൊന്നും മിക്കവാറൊക്കെ ഞാൻ അങ്ങനെ ഈ ഡയലോഗ് പ്രസന്റ് ചെയ്തിട്ടുള്ള ഐറ്റങ്ങളിലല്ല എൻ്റെ അധികം പെർഫോമൻസ്. ഡാൻസ് ചെയ്തിട്ടില്ലേ ഫ്രണ്ട്സില്? ഫ്രണ്ട്സ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതൊക്കെ ഒരു ചങ്കൂരത്തിന് അറിഞ്ഞിട്ടൊന്നും ചെയ്തിട്ടില്ല ഞാൻ ശരിക്കും. അങ്ങോട്ട് ചെയ്യാണ്, അഭിനയിക്കുന്നില്ലേ, ഇതൊക്കെ അറിഞ്ഞിട്ടാണോ? അഭിനയിക്കാൻ അറിഞ്ഞിട്ട് തന്നെയാ. പക്ഷെ അന്ന് കാലത്ത് ഇതായിരുന്നു രാംജിറാവ് സ്പീക്കിങ്ങിൽ അന്നുള്ള മറ്റേ മഹാനടന്മാരൊന്നും വേണ്ടാതെ പുതിയ 2 ആൾക്കാരെ കൊണ്ടുവരുമ്പോൾ ഫാസിൽ സാർ തന്നെയായിരുന്നു അതിനുള്ളൊരു ധൈര്യം തന്നത്. ഞങ്ങളത് മോഹൻലാലിനെ ഉദ്ദേശിച്ചിട്ടാണ് ചിന്തിക്കുന്നതും എഴുതുന്നതും ഒക്കെ. അപ്പോൾ അതൊക്കെ എഴുതി കഴിഞ്ഞ് വായിച്ച് കേട്ട് കഴിഞ്ഞപ്പോക്കും അതൊരു സംഘം തന്നെ വായിക്കും. ആലപ്പുഴയിലുള്ള പാച്ചിക്കട ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെയാണ്. അപ്പം അന്ന് സാർ പറഞ്ഞത് നിങ്ങൾ മോഹൻലാലിനെ വെച്ച് നമുക്ക് ഈസി ആയിട്ട് പറയാം. ഞാൻ മോഹൻലാലിൻ്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഡേറ്റ് കിട്ടാണ്ടിരിക്കേണ്ട കാര്യമില്ല, കാരണം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ട്. പക്ഷെ ലാലെ ശ്രദ്ധിക്കാൻ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ മോഹൻലാലിനെ വെച്ചൊരു പടം ചെയ്താൽ നിങ്ങൾ അടുത്ത പടം സബ്ജക്റ്റുമായിട്ട് വരുമ്പോഴും വേറെ സ്റ്റാറിൻ്റെ പുറകിൽ പോകേണ്ടി വരും. ഞാൻ മഞ്ഞ് വിരിഞ്ഞ പൂക്കൾ ചെയ്ത പുതുമുഖങ്ങൾ വെച്ചിട്ടാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് ആരെ വെച്ചിട്ട് വേണമെങ്കിലും വെറുതെ വഴി കൂടി പോകുന്ന ഒരാളെ വെച്ച് പടം എടുത്താലും അതിന് പ്രൊഡ്യൂസർ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ടിട്ട് ഇവിടെ റിസ്ക് എടുക്കേണ്ട ഞാനല്ലേ പ്രൊഡ്യൂസറായിട്ടുള്ള. നിങ്ങൾ ധൈര്യമായിട്ട് മുമ്പോട്ട് പോകും എന്ന് പറഞ്ഞു. ആ ഒരു ധൈര്യത്തിനാണ് പിന്നെ ഞങ്ങൾ പുതുമുഖത്തിന് അന്വേഷിച്ച് നടന്നത്. ആദ്യമൊക്കെ ജയറാം എന്നൊക്കെ പറഞ്ഞു, നേരെ പുതുമുഖത്തിലേക്ക് ഞങ്ങൾ അപ്പോഴും പോയില്ല. ജയറാമിനെയൊക്കെയാണ് ആലോചിച്ചത്. ജയറാം പിന്നെ അവസാന നിമിഷത്തിലൊരു ചെറിയ തട്ടിപ്പൊക്കെ കാണിച്ച്, അല്ല തട്ടിപ്പെന്ന് പറയാൻ പറ്റില്ല, പുള്ളിക്ക് അപ്പോൾ ആ സമയത്ത് സത്യനന്ദിക്കാടിൻ്റെ ഒരു പടം വന്നു. ഞങ്ങളുടെ അടുത്ത് സെപ്റ്റംബർ എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാം ഫിക്സ് ചെയ്ത് നിൽക്കുകയായിരുന്നു. അതൊക്കെ പറഞ്ഞ് ഭയങ്കര ഹാപ്പിയായിട്ട്. അപ്പോൾ ആ സമയത്ത് സത്യനന്ദിക്കാടിൻ്റെ ഒരു പടം വന്നു കഴിഞ്ഞപ്പോഴേക്കും സ്വാഭാവികമായിട്ടും പുതിയതായിട്ട് വരുന്ന 2 മിമിക്രിക്കാർ പരിചയമുണ്ടെന്നേ ഞങ്ങൾ തമ്മിൽ. മറ്റത് സത്യനന്ദിക്കാടെന്നാണ് ഇവിടുത്തെ ഏറ്റവും മുൻനിരയിൽ നിൽക്കുന്ന ഒരാൾ. അപ്പോൾ ഞാനാണെങ്കിൽ ആ സമയത്ത് ആ തീരുമാനം എടുക്കുള്ളായിരുന്നു. അതുകൊണ്ട് നമുക്ക് അയാളുടെ അടുത്ത് വഴക്കൊന്നുമില്ല. പക്ഷെ ഞങ്ങൾ ആ സമയത്തൊന്ന് കുഴഞ്ഞു പോയി. അപ്പോൾ പുള്ളി പറഞ്ഞു, നവംബർ എന്നാണല്ലേ പറഞ്ഞു, ഞാൻ സെപ്റ്റംബർ എന്നാണ് ഓർത്തത് എന്നൊക്കെ പറഞ്ഞിട്ട് തെരീടൊക്കെ പറഞ്ഞു. ശരി, ഓക്കെ. പിന്നെയാണ് പുതുമുഖം തന്നെ മതി എന്നങ്ങോട്ട് 100% ഞങ്ങൾ തീരുമാനം എടുത്തത്. അങ്ങനെ മുന്നോട്ട് തുടങ്ങി. അതെ. ഇടയിൽ നിങ്ങൾ തമ്മിലുള്ള ഈ 2 പേരും പാർട്ടി ദി വേസ് പോകുമ്പോഴും ഹിറ്റ്ലർ സിനിമ പ്രൊഡ്യൂസ് ചെയ്തതും സിദ്ദിഖ് സാറായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അന്നൊന്നും ഇതന്നെയാണ് നിങ്ങൾക്ക് തമ്മിൽ ഈ ഒരു പിരിഞ്ഞു എന്നൊക്കെ പറഞ്ഞു ഇപ്പോഴാണെങ്കിൽ അതൊരു വലിയ വാർത്തയാണ്. അന്ന് അതായിരുന്നില്ല. പക്ഷെ നിങ്ങൾക്ക് തമ്മിലുള്ള ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടല്ലോ, അത് എപ്പോഴും നമുക്കത് കാണുന്നതാണ്. അതിപ്പോൾ ഒരാളിപ്പോൾ ഇല്ലാത്തതുകൊണ്ട് അതിനോട് അത് മനസ്സിൽ ഈ ദുഃഖങ്ങൾ പേറി നടക്കും, ഈ കാര്യങ്ങളൊക്കെ പലതും ഓർമ്മിച്ചു. പക്ഷെ നിങ്ങളുടെ സെറ്റുകളിലുള്ള തമാശകളാണ് എല്ലാവരും പറഞ്ഞത്. ബിഹൈൻഡ് ദ സീൻസ് ഉണ്ടാക്കിയ വെബ് സീരീസ് അത് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും അധികം എപ്പോഴും ഓർത്തോർത്തിച്ചിരിക്കുന്ന ചില സംഭവങ്ങളുണ്ടോ? ഓർത്തിരിക്കുന്നേ ഉള്ളൂ. പക്ഷേ ഞങ്ങളൊന്നും അങ്ങനെ ഒരു വലിയ, ഞാൻ നേരത്തെ പറഞ്ഞിരിക്കുന്നത്, വലിയ പ്രശ്നങ്ങളിലേക്കൊന്നും ഇടപെടാൻ ആഗ്രഹിക്കുന്ന ആളുകളല്ല. എല്ലാം ലൈറ്ററായിട്ട് കാണാൻ ആഗ്രഹിക്കുന്ന ആളുകൾ. ചില സമയത്തൊക്കെ എൻ്റെ വീട്ടിലൊക്കെ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടും. വലിയ ഇഷ്യൂസൊക്കെ പറയുമ്പോഴും ഞാൻ വളരെ നിസ്സാരമായിട്ട് അതിനകത്ത് തമാശ പറയും. ലാലിൽ എല്ലാ കാര്യം പറയുമ്പോഴും തമാശ മാത്രമേ ഉള്ളൂ, കാര്യത്തിലേക്ക് പോവാം, ഇതൊരു വലിയ പ്രശ്നമല്ലേ സംസാരിക്കും എന്ന് വെച്ചിട്ട് ചിരിക്കാണ്ടിരുന്നിട്ട് എന്താ കാര്യം? നമ്മൾ വെറുതെ ഗൗരവം പിടിച്ചിട്ട് പ്രശ്നം സംസാരിച്ചാലും ഇടയ്ക്ക് തമാശയൊക്കെ പറഞ്ഞ് സംസാരിക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു സൊല്യൂഷൻ കിട്ടണവരെ അതിനിപ്പോൾ 2 ദിവസം സംസാരിച്ചിരുന്നാലും നമുക്ക് സംസാരിച്ചിരിക്കാം. പക്ഷേ ഈ ഗൗരവത്തിലുള്ള സംസാരങ്ങൾ മിക്കവാറും ചെറിയ മീറ്റിംഗ് ആയിട്ട് മാത്രമായിട്ട് അവസാനിക്കും. എല്ലാം ലൈറ്ററായിട്ട് കാണാനാണ് ആഗ്രഹം. അതുകൊണ്ട് തന്നെ ഒന്നും തമാശ ഉണ്ടായിട്ടുള്ളൂ. പക്ഷെ ഒരു സീനിൽ എപ്പോഴും 3 കോമിക് സെൻസുള്ള ആൾക്കാർ നിൽക്കുമ്പോഴും ഈ ചില സമയത്ത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ കണ്ടിട്ടുണ്ട് സത്യനന്ദിക്കാടിൻ്റെ മറ്റേ സന്മനസ്സുകൾക്ക് സമാധാനം, അതിൽ ജീപ്പിൽ നിന്ന് ശ്രീനിവാസൻ ഇറങ്ങിയ ഒരു ഓട്ടോ ഓടുന്നുണ്ട്. അതിൽ സത്യം പറഞ്ഞെങ്കിൽ തിരിഞ്ഞു നിന്നിട്ട് ലാൽ സാർ ചിരിക്കുന്നുണ്ട്. ആ ഒരു അതുമാതിരിയുള്ള ഈ 3 പേർക്ക് നല്ല കോമിക് സെൻസ്. പക്ഷെ ആ സമയത്ത് ചിലപ്പോൾ അവരത് വേറെ ലെവലിലേക്ക് എത്തും. അങ്ങനത്തെ ഒരു എന്തെങ്കിലും അതിനകത്ത് ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഞെട്ടിപ്പോയത് റാംജിറാവ് സ്പീക്കിങ്ങിൽ ഇന്നസെന്റ് ചേട്ടൻ ഇവർ തമ്മിൽ പ്രശ്നമായ ബസ്സിനടിയിലൊക്കെ ഇടി പിടിച്ചു കഴിഞ്ഞിട്ട് തിരിച്ചു വന്ന് നിന്നിട്ട് അതെൻ്റെ നമ്പറായിരുന്നു എന്ന് പറയുമ്പോൾ ഇന്നസെന്റ് ഒരു അടി കൊടുത്തിട്ട് ഇതും എൻ്റെ ഒരു നമ്പറാണ് പോകരത്തിലൊക്കെ കാണിക്കുന്നത് അതിലേക്ക് തെണ്ടി എന്നുകൊണ്ട് അടി കൊടുക്കണം. അത് പുള്ളി പെർഫോം ചെയ്തത് അതുപോലത്തെ ഒരു പെർഫോമൻസ് അതിന് മുമ്പ് നമ്മൾ കണ്ടിട്ടില്ല, അതിന് പിന്നിലും നമ്മൾ കണ്ടിട്ടില്ല. പോകരത്തിൽ കാണിക്കുന്നത് അതിലേക്ക് കണ്ടിട്ട് തെണ്ടി നമ്മുടെ ഒരു തിരിയിൽ ഒരു ഡാൻസ് കാണുന്ന ഭംഗിയുണ്ട്. അത് ഹ്യൂമൻ, അതായത് ആ പരിസരത്ത് നിന്ന് ആളുകൾ ചിരിച്ച് മതിലിൽ നിന്നൊക്കെ വീണു. മതിലൊക്കെ ആളുകളൊക്കെ ഇരിപ്പുണ്ടായിരുന്നു.
അങ്ങനെ ഒരു പെർഫോമൻസ് അത് ഇന്നസെന്റ് ചേട്ടന് മാത്രം പറ്റുന്നൊരു കാര്യമാണ്. സത്യം പറഞ്ഞാൽ വേറൊന്നുമല്ലേ, നിങ്ങൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ബോംബെയിൽ ഒരു നിങ്ങൾക്ക് ഒട്ടും ഇതും കിട്ടിയിട്ടില്ല, എന്താ പറയുക, ഒരു പെർമിഷൻ കിട്ടാതെ നിങ്ങൾ ബോംബെയിൽ കൂടെ ഒരു എക്സിക്യൂട്ടീവ് ആ കഥയെന്ന് പറയും. അത് മറ്റേ ഇതിന്റെ മുമ്പിൽ ഗേറ്റ് വേ ഓഫ് ഇന്ത്യ അതിന്റെ മുമ്പിൽ ഷൂട്ട് ചെയ്യണം. പെർമിഷനിലൊന്നുമില്ല. ഹരിഹർ നഗർ. ഹരിഹർ നഗറിൽ ജോൺ ഹോനായി പെട്ടിയായിട്ട് പോകുന്നു. ശരിക്കും വേണ്ടത് നമുക്ക് ആ താജ് ഹോട്ടലിന്റെ അകത്തുനിന്ന് പെട്ടിയായിട്ട് ഇറങ്ങി വന്ന് കാറിൽ കയറി പോകുന്നു എന്ന് പറയുന്ന ഒരു ഷോട്ടാണ്. അപ്പോൾ അത് ആളൊന്നുമില്ല, കാലും പെട്ടിയും മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞിട്ട് അപ്പി രാധാകൃഷ്ണൻ എന്ന് വിളിക്കുന്ന തിരുവനന്തപുരത്തുള്ള പുള്ളിയാണ് അന്ന് മാനേജറായിട്ടുള്ളത്. അപ്പോൾ പുള്ളിയെ നമ്മൾ പാൻറ്റൊക്കെ ഇടിച്ച് ഷൂട്ടൊക്കെ ഇടിച്ച് ഷൂട്ടിൻ്റെ എഡ്ജൊക്കെ വരും, അത്ര ഉള്ളൂ. ഇവിടെ പോലത്തെ കാര്യം മാത്രമേ ഉള്ളൂ. ബ്രീഫ് കേസൊക്കെ കൊടുത്ത് എല്ലാ കാര്യങ്ങളൊക്കെ റെഡിയാക്കി. അപ്പോൾ അവിടെ താജ് ഹോട്ടലിലും പ്രശ്നമാണ്, അവിടെയും പെർമിഷനിലാണ്ട് എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഈ ഔട്ടെന്ന് എഴുതിയേക്കണ ഇന്നെന്ന് എഴുതിയിരിക്കുന്ന ഗേറ്റ് വഴി കയറുക, എന്നിട്ട് അതിലെ നടന്ന് വന്നിട്ട് ഔട്ട് വഴി ഇങ്ങോട്ട് ഇറങ്ങി ആ ഗേറ്റ് കൂടി ഇറങ്ങി വരിക. അപ്പോൾ അവിടെ പോലെ ഞങ്ങൾ ക്യാമറ വെച്ചിട്ടുണ്ട്. വന്ന് ഈ വണ്ടിയിൽ കയറുക, അപ്പോൾ വണ്ടി വിട്ടു പോകും. വണ്ടി ആളൊക്കെ എടുത്തിട്ടുണ്ട്, എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. അവിടെ പോലീസുണ്ട്, പ്രശ്നങ്ങളുണ്ട്, എല്ലാ പ്രാവുകളും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഇതൊക്കെ സെറ്റപ്പാക്കി പുള്ളിയെ വിട്ടു. പുള്ളി വന്നു കറക്റ്റായിട്ട് അതിൽ നടന്നു വന്നു, ഒന്ന് കയറി. അപ്പം ക്യാമറയ്ക്ക് ഇങ്ങനെ പൊതിഞ്ഞ അനന്തക്കുട്ടൻ ഇങ്ങനെ വെച്ചിട്ടൊക്കെയാണ് എടുത്തത്. എല്ലായിടത്തും വലിയ എന്തോ കാര്യം ജയിച്ച പോലെ നമ്മൾ സന്തോഷത്തിൽ ഹാപ്പി ആയിട്ടിരിക്കുമ്പോൾ ഈ രാധാകൃഷ്ണൻ തലക്കൈയും കൊടുത്തിട്ട് കുനിഞ്ഞിരിപ്പുണ്ട്. അപ്പോൾ വെച്ചാൽ എന്തേ രാധാകൃഷ്ണൻ കലക്കേട്ടാന്നൊക്കെ പറഞ്ഞപ്പോൾ ഭയങ്കര വിഷമം മുഖത്ത്. പിന്നെ ഞങ്ങളെ അടുത്തടുത്ത് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അണ്ണാ ക്ഷമിക്കണം, അബദ്ധം പറ്റിയ അണ്ണാ എന്താണെന്ന് ചോദിച്ചപ്പോൾ ഇയാൾ ഈ സൂട്ടും പാൻറ്റും ഒക്കെ ഇട്ട് എന്നിട്ടൊരു ഈ ടോയ്ലറ്റൊക്കെ പോകുന്ന ഒരു റബ്ബർ ചെരുപ്പ് ഇട്ടിട്ടായിരുന്നു ഇയാൾ വന്നത്. ഇപ്പോൾ ഈ എല്ലാവരും ടെൻഷൻ കാരണം ശ്രദ്ധിച്ചില്ല, ഷൂസ് ഇട്ടാൻ മറന്നുപോയി. ഈ റബ്ബർ ചെരുപ്പ് ഇട്ടാ അതെന്ന് വെച്ചാൽ അന്ന് ഈ മോണിറ്ററും സംഭവമൊന്നും ഇല്ലല്ലോ, ക്യാമറമാൻ കാണുന്നതേ ഉള്ളൂ. ക്യാമറമാൻ അതിനൊക്കെ വലിയ ടെൻഷനില്ല, അയാൾ പിടിച്ചിട്ട് പോകുന്നു. അങ്ങനെ പിന്നെ എന്താ ചെയ്യാൻ എല്ലാവരും തകർന്നു പറയാറായിരുന്നു. പക്ഷെ ഞങ്ങൾ വീണ്ടും പോയിട്ട് എടുത്തോട്ടോ ഷൂസ് ഇടിച്ചാൽ. അങ്ങനെ അപ്പോൾ ആദ്യമായിട്ട് സൂട്ടിട്ടാണ് പുള്ളി, അതിന്റെ ടെൻഷന്റെ പുറത്താണ് ഇത് കൂടി പറ്റിയത്. പക്ഷെ ഇതൊക്കെ പറയുമ്പോൾ ഒരു പുസ്തകം എഴുതാൻ തോന്നിയിട്ടില്ലേ? പുസ്തകം എഴുതാൻ തോന്നിയിട്ടില്ലേ ഈ കാര്യങ്ങളൊക്കെ വെച്ചിട്ട്? ഇല്ല, ഇതൊക്കെ ഇങ്ങനെ ആലോചിച്ചിരിക്കാനാണ് ഇഷ്ടം. ഒന്നത് എഴുതി വരുമ്പോഴേ ഇതിനകത്തൊക്കെ തമാശകൾ കുറേയൊക്കെ നഷ്ടപ്പെട്ടു. ഞാനിപ്പോൾ മനോരമ ആഴ്ചപ്പതിപ്പിലൊരു 10-30 എപ്പിസോഡും ഞാൻ എഴുതിയിരുന്നു, പല പല ചെറിയ. അപ്പോൾ അതിനകത്ത് സംഭവിച്ചത് നമ്മൾ പറയുമ്പോൾ ചിലപ്പോൾ കിട്ടും, ചിലത് ആ സമയത്ത് ഒരുപാട് കാര്യങ്ങൾ ഒത്തുചേർന്ന് വന്നിട്ട് ഈ ഒരു തമാശ ഉണ്ടാകുമ്പോഴായിരിക്കുള്ളൂ അതിനകത്ത് രസമുള്ളത്. ചില തമാശകൾ ചില ആളുകൾ തന്നെ ഇപ്പം എന്താ പറയുക, ഇന്ന ആൾക്ക് പറ്റിയെന്ന് പറഞ്ഞാൽ ആ ആളുടെ സ്വഭാവം അറിയാവുന്നവർക്ക് മാത്രമേ തമാശ അത് ഫീൽ ചെയ്യുള്ളൂ. വെറുതെ പറഞ്ഞു കഴിഞ്ഞാൽ തമാശ ചിലപ്പോൾ നിലനിൽക്കില്ല. അപ്പോൾ പല കാര്യങ്ങൾ കൊണ്ടാണ് ഒരു തമാശ ഇൻട്രസ്റ്റിംഗ് ആണ്. അതിലേക്കാണ് എത്ര ഓഡിയൻസ് പൾസ് നമ്മൾ പറയല്ലോ. ഇപ്പൊ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഇപ്പോൾ പണ്ട് എടുത്ത സിനിമകൾ ഇപ്പോൾ അത് റിലീസ് ചെയ്ത ചില പടങ്ങളൊക്കെ ഓടുന്നുണ്ട്, പക്ഷേ ചിലപ്പോൾ അത് രണ്ടാമത് എടുത്തു കഴിഞ്ഞാൽ അത് ഓടില്ലാന്ന്. പക്ഷേ ഓഡിയൻസ് പൾസിന് ഒരു വയസ്സുണ്ടോ സാർ? പിന്നെ തീർച്ചയായിട്ടും ഉണ്ട്. അതുകൊണ്ടല്ലേ ഞാൻ സംവിധാനം ചെയ്യാത്തത്. അല്ല, കാര്യമായിട്ട് പറഞ്ഞാൽ അതായത് നമ്മുടെ ഈ ഓരോ മനുഷ്യൻ്റെ ചിന്തകൾക്കും ഓരോ സാഹിത്യകാരന്മാരുടെ കാര്യത്തിന് അത് ഒന്ന് മാറ്റി വെച്ചേക്കും. ഒരു സിനിമയുടെ കാര്യത്തിലൊക്കെ സിനിമ ഒരു വിഷ്വൽ മീഡിയ എന്നുള്ള നിലയ്ക്ക് ഓരോ കാലഘട്ടത്തിനും ഓരോ സിനിമയാണ്. അതിങ്ങനെ ചെറുതായിട്ട് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ അത് നമ്മുടെ ഒരു പീരീഡിൽ വന്ന സാധനം പിന്നെ നമ്മുടെ കയ്യിൽ നിന്ന് വിട്ട് പോകുന്നൊരവസ്ഥയുണ്ട്. ആ അവസ്ഥ വരുമ്പോഴേക്കും നമ്മൾ ഒന്നില്ലെങ്കിൽ അതനുസരിച്ചിട്ട് അപ്ഡേറ്റഡ് ആകണം. ആകുന്നുണ്ട്. പുറത്തുള്ള സിനിമകളിലൊക്കെ വയസ്സായ 70-80 പ്രായമുള്ള ആളുകളൊക്കെ പണം എടുക്കുന്നത് ഭയങ്കര സക്സസ് ഉണ്ടാക്കും. അതെ. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ ആ ലെവലിലേക്ക് അതിനകത്ത് സ്ട്രെയിൻ എടുക്കാനായിട്ട് നമുക്കൊന്നും പറ്റുന്നില്ല, അതിനുള്ള വെറുത്തുമില്ല. നമ്മളൊരു സിനിമ ഡയറക്റ്റ് ചെയ്യുമ്പോഴേക്കും അങ്ങനെ നമ്മളൊരു കാലം അതിനു വേണ്ടിയിട്ട് സ്റ്റഡി ചെയ്ത് മെനക്കെട്ട് എന്നൊക്കെ പറയുന്ന സംഭവങ്ങൾക്ക് ഇത് ഒന്നാമത് ഈ ഏറ്റവും വലിയ സംഭവം നമ്മുടെ ദാരിദ്ര്യം മാറിപ്പോകുന്നതാണ്. ഈ പ്രശ്നങ്ങൾ മുഴുവനും ഈ ദാരിദ്ര്യം ഉണ്ടായിരുന്ന സമയത്ത് നമുക്കൊന്നും വലിയ ആഗ്രഹങ്ങളില്ല, സംഭവങ്ങളില്ല, മെയിൻറ്റെയിൻ ചെയ്യാനൊന്നുമില്ല. നമുക്ക് കാലത്ത് ബസ്സും കാശും കൊടുത്ത് വന്ന് ഒരു 250 രൂപയുടെ റൂം എടുത്തിരുന്ന് എഴുതി അത് എത്ര ആൾ വേണമെങ്കിലും ഇരിക്കാം എന്നൊക്കെ പറയുന്ന അവസ്ഥകളേ ഉള്ളൂ. പിന്നെ അപ്പം ഞങ്ങൾ ഒരു 1.5 വർഷമൊക്കെയാണ് അന്ന് ഞങ്ങൾ സിനിമയ്ക്ക് എടുത്തത്. റംജിറാവ് ഞരിയനാർ വരാൻ 1 വർഷത്തിൽ കൂടുതൽ എടുത്തിട്ടുണ്ട്. അങ്ങനെ ഓരോ പടങ്ങളും ഗ്യാപ്പ് അത്രയാണ്. 1 വർഷത്തിന് വേണമെങ്കിൽ 5 പടം എടുക്കാം, 8 പടം എടുക്കാം എന്നൊക്കെ പറയുന്ന അവസ്ഥയിൽ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. അങ്ങനെ പടം എടുത്ത് കാശ് വാരി കൂടേണ്ട കാര്യമില്ല. പക്ഷെ കാലക്രമേണ ഇതനുസരിച്ച് നമ്മുടെ ലൈഫ് സ്റ്റൈൽ മാറി, ചിലവും മാറി, കാര്യങ്ങൾ മാറി. അപ്പം നമുക്കിതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട്. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് 1 വർഷം 2 പടമാക്കി
പിന്നീട് 3 എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ക്വാളിറ്റി കുറയും, ക്വാളിറ്റി കുറയും, സത്യം. അതെ. നാച്ചുറൽ. പക്ഷെ അതിനുള്ള വകുപ്പ് നമുക്കില്ല. അതിനുള്ള അങ്ങനെ ഒരു പടവും ഞാൻ എടുക്കുന്നുള്ളൂ. പക്ഷെ അതിന് ഇത് മുഴുവനും കൂടി കിട്ടും എന്ന് പറയുന്ന സംഭവം പോലും ഇല്ല. പക്ഷെ എന്നാലും ഈ സിനിമകളെ തമാശകൾ ഇപ്പം രണ്ടാമത് എടുത്തില്ലെങ്കിൽ കൂടിയും ഇപ്പോൾ രാംജറാവ് സ്പീക്കിംഗ് ആണെങ്കിലും ഇത് ഈ പറയുന്ന മുണ്ട് ഉണ്ട് നീ വിണ്ട് എന്ന് പറയുന്നതാണെങ്കിലും പിന്നെ അതുമാതിരി അങ്ങോട്ട് പറയുന്നത് ഇപ്പം ഞാൻ കുട്ടേൻ്റെ ഇൻ്റർവ്യൂ അദ്ദേഹം പറയുന്നു ഈ കാരിക്കേച്ചർ ആയിരുന്നു രാംജറാവ് സത്യം പറഞ്ഞ് തലമുടിയൊക്കെ മേലോട്ടാക്കി മറ്റേ വിജയരാമൻ സാറി കുട്ടേട്ടൻ ആ തലമുടിയൊക്കെ മേലോട്ട് അപ്പോൾ ആ ഒരു കാരിക്കേച്ചർ കൊണ്ടുവന്നതും അതൊക്കെ ഒരു ഡിഫറൻസ് ആയിരുന്നു. അതിപ്പോഴും ആൾക്കാർ പറയുന്നുണ്ട്. പക്ഷെ ആൾക്കാർ അത് ടി വിയിൽ കാണാൻ ആഗ്രഹിക്കുന്നു. ഈ രണ്ടാമത് അങ്ങനത്തെ ഒരു ക്യാരക്ടറൈസേഷൻ വന്ന വർക്ക് ചെയ്യില്ലെന്ന് തോന്നുന്നുണ്ടോ? വർക്ക് ആകൂല്ലെന്ന് അറിയില്ല. എന്താണെങ്കിലും നമുക്ക് അതിനുള്ള ധൈര്യമില്ലായ്മയുണ്ട്. അതാണ് ഈ റാംജിറാവു എന്ന് പറയുന്ന ആള് അന്ന് നമ്മൾ തലയിൽ നീ ജെല്ലൊന്നുമില്ലേ, അന്ന് ഈ കോഴിമുട്ട പൊട്ടിച്ചിട്ട് അതിനകത്ത് യെല്ലോ മാറ്റിയിട്ട് ആ വൈറ്റ് മാത്രം എടുത്ത് തലയിൽ പുരട്ടിയിട്ട് ചീവിട്ടാണ് അത് ചെയ്യുന്നത്. ഒരു കമ്പി പോലെ ഇരിക്കും മുടി. അതൊരു ഉച്ചയാറാകുമ്പോൾ നിന്ന് പൊടിയൊക്കെ പറക്കാൻ തുടങ്ങും. അങ്ങനത്തെ സംഭവം. അങ്ങനത്തെ മീശ, അരയിൽ ചങ്ങല ഇട്ടിട്ടുള്ള ആ രൂപത്തിലുള്ള ഒരു മനുഷ്യൻ റോഡിലേക്ക് ഇറങ്ങിയെന്ന് അപ്പം പോലീസ് അറസ്റ്റ് ചെയ്യും. അതെ, അതുകൊണ്ട് തന്നെ ആ പടത്തിൽ ആ മനുഷ്യൻ പൊതുജനത്തിന് മുമ്പേ വരുന്നില്ല. എവിടെയോ ഇരുട്ടത്തിരുന്ന് ഫോൺ ചെയ്യും, എവിടെയോ ഗുഹയിലും ടണലിലും ഒക്കെ വെച്ചിട്ടാണ് കാണുന്നത്. അത് ശരിക്കും പറഞ്ഞ പോലെ ഒരു കാരിക്കേച്ചർ സംഭവം. അങ്ങനെ ഒരാളെ എങ്ങനെയാണ് കാരിക്കേച്ചർ മനസ്സിലേക്ക് വന്നത്? എന്തായിരുന്നു ഒരു ഇൻസ്പിറേഷൻ അങ്ങനത്തെ ഒരു ക്യാരക്ടറിന്? എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ബുദ്ധിമുട്ടാണ്. അതെ, ഇവൻ ജോൺ ഹോനായി അങ്ങനത്തെ ഒരു വില്ലനെ പിന്നെ കണ്ടിട്ടില്ല. ഗ്യാസ് ഒക്കെ പൊട്ടിച്ച് കണ്ട കുരുട്ടി ആ പേരെന്താ വലിയ ഹോനായി എന്ന് പറയുമ്പോഴേ അന്ന് ജോൺ ഹോനായി അതിൻ്റെ ഒരുപാട് രസമുള്ള കാര്യങ്ങളുണ്ടെന്ന്. ഈ നമ്മുടെ സായി കുമാറിനെ സെലക്ട് ചെയ്യുന്നത് സ്വാതി തിരുനാൾ എന്ന് പറയുന്ന നാടകത്തിൽ അന്ന് സ്വാതി തിരുനാളായിട്ട് അഭിനയിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഒരാളുണ്ടെന്ന് അറിഞ്ഞിട്ട് ഞാനും എൻ്റെ ഒരു സുഹൃത്തും കൂടി പോയി കൊല്ലത്ത് പോയി നാടകം നടക്കുന്ന സ്ഥലത്ത് പോയി കണ്ടു. നാടകം തുടങ്ങി. അപ്പോൾ ഇയാളുടെ അത് തന്നെ ഒന്ന് കണ്ടു. സായി കുമാർ പറഞ്ഞ് ഞങ്ങളിങ്ങനെ ഫസ്റ്റ് ആർട്ട് അസിസ്റ്റൻസാണ് ഒരു പടം ചെയ്യാൻ പോകുന്നുണ്ട്, ഒന്ന് കാണാൻ വേണ്ടി വന്നു. അപ്പോൾ തന്നെ പുള്ളി ഫ്രണ്ടിൽ സീറ്റൊക്കെ അറേഞ്ച് ചെയ്തു. അപ്പോൾ നാടകം തുടങ്ങിയിട്ടില്ല, പുള്ളി ചീട്ട് കളിച്ചിരിക്കുകയായിരുന്നു. നാടകം തുടങ്ങിയ ഒരു 15-20 മിനിറ്റ് കൂടെ ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ നമ്മൾ ഫിക്സ് ചെയ്തു ഇയാളാണെന്ന്. കാരണം നല്ല രൂപം, നല്ല ശബ്ദം, ഗംഭീരമായ പെർഫോമൻസ്, ഗംഭീര നാടകമാണത്. ആളുകളൊക്കെ ഒറ്റ നിമിഷം കൊണ്ട് തന്നെ കയ്യിലെടുത്തു കഴിഞ്ഞു. പിന്നെ അതിനകത്ത് സംശയിക്കാനില്ല. ഞങ്ങളപ്പോൾ തന്നെ തിരിച്ചു പോരുകയും ചെയ്തു. അതിൻ്റെ വേറെ രസം സായികുമാർ അന്ന് രാത്രി തന്നെ ആ നാടകം നിർത്തി എന്നുള്ളതാണ്. ഞാൻ നാളെ പോയി നാടകത്തിനുണ്ട്. അന്ന് ഇവർ 2 കളിയൊക്കെ കളിച്ചുകൊണ്ടിരിക്കുന്ന ഓടി കിടന്ന് അഭിനയിക്കുകയാണ്. അന്ന് സ്വാതിരുന്നാൾ ഭയങ്കര ഹിറ്റായിരുന്നു. പുള്ളി അന്ന് തന്നെ പറഞ്ഞു നാളെ വേണ്ടി ഞാൻ ഉണ്ടാവില്ലടാ, പടത്തിൻ്റെ വർക്കിന് വേണ്ടി പോകണം നമ്മുടെ ആൾ നിർത്തി. ഞങ്ങളിപ്പോൾ ഫിക്സ് ചെയ്തിട്ടില്ല. ഫിക്സ് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഫാസ്റ്റ് സാറ് ഫിക്സ് ചെയ്യണം, സിദ്ദിഖ് കാണണം എന്നൊക്കെ പറഞ്ഞ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ കണ്ടിട്ടേ ഉള്ളൂ. അങ്ങനെ ആ നാടകം കുഴപ്പത്തിലായി. പിന്നെ അവരാരെയൊക്കെ വെച്ച് കളിച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്യായിരുന്നു. അതങ്ങനെ പോട്ടെ. അത് കഴിഞ്ഞിട്ട് റാംജിറാവു കഴിഞ്ഞിട്ട് ഹരിഹരനാർ എടുക്കുമ്പോഴാണ് വില്ലനായിട്ട് അഭിനയിക്കാനായിട്ട് ആളെ അന്വേഷിച്ചപ്പോഴാണ് ഇങ്ങനെ സ്വാതിരുന്നാളായിട്ട് അഭിനയിക്കുന്ന ഒരാളുണ്ട്, നല്ല രൂപമുണ്ട്. അങ്ങനെയാണ് സായി. ആ നാടകം ഞങ്ങൾ കണ്ടില്ല. പുള്ളിയെ വിളിച്ചു വരുത്തിയപ്പോൾ കൊള്ളാം, നല്ല വെളുത്ത് നമ്മുടെയൊക്കെ മനസ്സിലുള്ള പോലെ ബോംബെക്കാരൻ എന്നൊക്കെ പറയുന്ന ലുക്കൊക്കെ ഉണ്ട്. അങ്ങനെ പുള്ളി എടുത്ത് പറഞ്ഞു ഓക്കെ. അപ്പം ഞങ്ങൾ ഇവിടെ എറണാകുളത്ത് പാർക്കിൽ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് പുള്ളി വന്നത്. ഞാൻ സിദ്ധിക്കും വേണമുണ്ട്, ഇയാളത് ഫിക്സ് ചെയ്യാം. അപ്പോൾ വേറെ ആളെ വിളിച്ചിട്ട് ഇയാളുടെ മുടിയൊന്നും അന്ന് ഈ മുടി കളർ ചെയ്യുന്ന പരിപാടികളൊന്നും ഇല്ല. അപ്പം ബ്ലീച്ച് ചെയ്യാൻ ചെയ്തൊരു കളറൊന്നും മാറ്റണം, കണ്ണിൻ്റെ ലെൻസ്. അപ്പോൾ ഇയാൾ വന്നിട്ട് ആരടുത്തോ പറഞ്ഞു, അതെ എൻ്റെ വയറ്റിപ്പഴപ്പാണ് ഈ മുടി, കുഴപ്പമാക്കരുത്, മുടിയുടെ കാര്യം ചെയ്യണമെന്ന് ചോദിച്ചു. വേണുണ്ടായിരുന്നു ക്യാമറാമാൻ. ഞങ്ങൾക്ക് ഒരു മയരുന്നു എടാ മുടി ഒരു മൂച്ചിത്തെറി. അതായത് വേണമെന്നറിയാം ഇവന് ഒരു വലിയ ലൈഫ് കിട്ടിയൊക്കെയാണ്. ഇങ്ങനത്തെ ഒരു റോള് കിട്ടിയിട്ട് ആ സമയത്ത് മുടി എൻ്റെ വയറ്റിപ്പഴപ്പാണെന്നൊക്കെ പറഞ്ഞു. അത് ഈ കളർ ചെയ്യുന്നതല്ല, ഇവൻ്റെ ലൈഫ് പോകുന്നതാണ് അവൻ പറയുന്നത്. പിന്നെ പുള്ളി പോയിട്ട് മുടിയൊക്കെ ചെയ്തു തോന്നുന്നു, ഹാപ്പിയായി. വേണുചേട്ടനെ കുറിച്ച് പറയുമ്പോൾ ഒരുപാട് സിനിമകൾ താങ്കളുടെ പിന്നെ ഹരിഹരനഗർ മെൻഷൻഡല്ലേ? എന്തോ പിന്നെ ഹരിഹരനഗർ, ഗോഡ് ഫാദർ, വിയറ്റ്നാം കോളനി, കാബൂളിവാല ആനന്ദക്കുട്ടനായിരുന്നു. അത് കഴിഞ്ഞ് ഫ്രണ്ട്സ്, പിന്നെ ഞാൻ ഹരിഹരനഗർ 2, ഗോസ്റ്റ് ഹൗസ്, കോബ്ര, അങ്ങനെ കുറെ പടങ്ങൾ വർക്ക് ചെയ്തു. ദയാന്നുള്ള സിനിമയിൽ താങ്കൾക്ക് അവാർഡ് ഉണ്ടായിരുന്നു, സ്റ്റേറ്റ് അവാർഡ് വേണുവിന് കിട്ടി. ദയയുടെ നല്ലൊരു കഥയുണ്ട് കേട്ടോ. എൻ്റെ ഒരു വലിയ മഹാഭാഗ്യം നടന്നൊരു സംഭവമാണ് ദയയുടെ കാര്യത്തിൽ. ദയ പറഞ്ഞപ്പോൾ ഓർത്ത് ദയൽ എന്നെ അങ്ങനെ വേണം വന്നിട്ട് വിളിച്ചു, ഇങ്ങനെ ഒരു വേഷമുണ്ട് അത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. പിന്നെ എന്താ ചെയ്യാമെന്നൊരു കഥയൊക്കെ പറഞ്ഞിട്ട് പോയി. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു ഒന്ന് MT സാറിന് കാണണമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ വേഷത്തിന് MT സാറിന് ഇപ്പോൾ കാണേണ്ട കാര്യമൊക്കെ ഉണ്ടോ? വലിയ ഒരു എന്തൊരു പേരുണ്ട് മറന്നുപോയി ആ ക്യാരക്ടറിൻ്റെ.
അങ്ങനെ ഇവിടെ ഭാരത് ഉത്സവത്തിൽ എം ടി സാറിനെ കാണാൻ വേണ്ടി ഞാൻ ചെന്നു. അപ്പോൾ എന്താ സാറേ എന്ന് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞു, അല്ല ഞാൻ ഈ വേഷത്തിൻ്റെ കാര്യമൊന്നും ആലോചിക്കാനായിട്ടല്ല വിളിച്ചത്, ഇതിനകത്ത് ഒരു എപ്പിസോഡുണ്ട്, ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല, ഒരു എപ്പിസോഡുണ്ട്, അത് ഈ എൻ്റെ കൊമ്പനാലി, അങ്ങനെ എന്താ എൻ്റെ ക്യാരക്ടർ പേര്, കൊമ്പനാലി ഈ ദയെ പിടിച്ചോണ്ട് പോയിട്ട് ഇയാളുടെ സ്ഥലത്ത് കൊണ്ടുപോയിട്ട് അവിടെ ഈ ഇയാളെ ഇങ്ങനെ കുരങ്ങ് കളിപ്പിച്ച് പ്രശ്നം ഉണ്ടാക്കി ഇയാളായ പ്രശ്നത്തിലായി അവൾ രക്ഷപ്പെട്ടു പോകുന്നൊരു എപ്പിസോഡ്. അപ്പം എൻ്റെ മനസ്സിലുള്ളത് ഈ ഹോം അലോൺ എന്ന് പറയുന്ന സിനിമ പോലത്തെ ഒരു എപ്പിസോഡാണത് വേണ്ടത്. അതെഴുതാൻ എനിക്കറിയില്ല. അത് ലാല് ഒന്ന് എഴുതിയിട്ട്, നിങ്ങളുടെ സിനിമകളെ പറ്റിയൊക്കെ എനിക്കറിയാം, ലാലിനൊക്കെ പറ്റുമോ, ലാൽ അത് എഴുതിയിട്ട് ആ പോർഷൻ എന്താണെന്നുള്ളത് നിങ്ങൾ തീരുമാനിച്ചു. അത്രയും ടൈമാണ് നിങ്ങൾക്ക് അനുവദിച്ചിട്ടുള്ളത്. ഒരു സ്ക്രീൻ ടൈമുണ്ട്, ആ ടൈമിലുള്ള ഒരു എപ്പിസോഡ് എഴുതണം എന്ന് പറയും. അങ്ങനെ ആ മൊത്തം എം ടി സാറിൻ്റെ സ്ക്രിപ്റ്റിനകത്ത് ഒരു പോർഷൻ മൊത്തം എഴുതാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടിയിരുന്നു. അപ്പം പിന്നെ അത് എടുക്കുന്ന സമയത്ത് സിദ്ദിഖ് വന്നിട്ടാണ് ആ പോർഷൻ ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടി സിദ്ദിഖും വന്നു. വേണുവാണ് എൻ്റെ ഡയറക്ടർ. അപ്പോൾ വേണു പറഞ്ഞു സിദ്ദിഖിനെ വെച്ചിട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ മദ്രാസിൽ സെറ്റ് ഇട്ടിട്ട് ആ പോർഷൻ എടുത്തത് സിദ്ദിഖ് ഡയറക്റ്റ് ചെയ്തു, ഞാനത് എഴുതുകയും ചെയ്തു. അങ്ങനെ എം ടി സാറിൻ്റെ പടത്തിലെ ഒരു ഡയലോഗ് പോലും മാറ്റാനോ മറ്റാളെ എഴുതാനോ സമ്മതിക്കാത്ത എം ടി സാറിൻ്റെ പടത്തിൽ ഒരു വലിയ എപ്പിസോഡ് തന്നെ എഴുതാൻ പറ്റിയ ആ ഭാഗ്യം എനിക്കുണ്ടായിരുന്നു. വേണുചേട്ടൻ എൻ്റെ നെയ്ബറായിരുന്നു ട്രിവാൻഡ്രത്ത്, സരസ് നിലയം. അപ്പോൾ വെച്ചെങ്കിൽ അന്ന് ബീന ഞാനും കൊളീഗ്സ് ആയിരുന്നു സീഡിറ്റിൽ. അപ്പോൾ ബീന പറയുന്നൊരു കാര്യം പറഞ്ഞു. അപ്പോൾ വെച്ചെങ്കിൽ മണിച്ചിത്രത്താഴ് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ബീന വേണുചേട്ടനുണ്ടല്ലോ ഒരു, അപ്പോൾ വേണുചേട്ടനെ കാണാൻ ചെല്ലുമ്പോൾ ലാൽ സാർ ഇരിക്കേണ്ട എത്ര, അപ്പോൾ ചോദിച്ചിത്ര ലാലേ വേണു എവിടെയാണ് ഷൂട്ട് ചെയ്യുന്നത് ചോദിച്ചിത്ര. അപ്പോൾ ലാൽ സാർ ഒന്ന് ഷൂട്ട് ചെയ്യുന്നത് എവിടെയാണെന്നല്ലേ, ഷൗട്ട് ചെയ്യുന്ന അവിടെയാണ്. അത് വേണു സിനിമ ആ പണിക്ക് വന്നു കഴിഞ്ഞാൽ ആ ജോലിക്ക് വേണ്ടി മാത്രം നിൽക്കുന്ന ആളാണ്, മരിച്ചു നിൽക്കുന്ന ആളാണ്. അപ്പോൾ ഈ അറിയില്ല, മറന്നുപോയി, വിട്ടുപോയി എന്നൊക്കെ പറഞ്ഞ കാര്യങ്ങൾ പുള്ളിക്ക് സഹിക്കാൻ പറ്റില്ല. ഇപ്പൊ മറ്റേ ഡ്രസ് എവിടെയാ, അത് അയ്യോ അദ്ദേഹം മറന്നുപോയി എന്നൊരു അസിസ്റ്റന്റ് ഡയറക്ടറോ എല്ലാം പറഞ്ഞാൽ അവൻ്റെ തീർന്നു. അല്ലെങ്കിൽ ഒരു കോസ്റ്റ്യൂമർ പറഞ്ഞാൽ, അല്ലെങ്കിൽ എനിക്കറിയില്ല, നീ അറിയണം, നീ അറിയില്ല എന്ന് പറയാൻ നിനക്ക് അങ്ങനത്തെ ഒരു കോളം ഇല്ല ഫില്ല് ചെയ്യാനായിട്ട്, നീ അറിഞ്ഞിരിക്കേണ്ടതാണ്. ഒരു ദിവസം ഞാൻ അതും എം ടി സാറുമായിട്ട് ബന്ധപ്പെട്ട രാജസ്ഥാനിൽ ഷൂട്ടിങ് നടക്കും. അപ്പോൾ ഒരു ദിവസം ദയയുടെ ഷൂട്ടില്ലാത്തൊരു ദിവസം ഞാൻ എൻ്റെ വൈഫ് ഉണ്ടായിരുന്നു, പിന്നെ എൻ്റെ നാൻസ് സുഹൃത്തൊരു സാറാന്ന് പറഞ്ഞ സ്ത്രീ ഉണ്ടായിരുന്നു, പിന്നെ എം ടി സാറ്, ശവനാൻസിൻ്റെ വിജയകുമാർ, ഞങ്ങളെ കൂടിയിട്ട് മറ്റേ ബോർഡർ കാണാൻ വേണ്ടിയിട്ട് പോയി, ഇന്ത്യ പാകിസ്ഥാൻ ബോർഡർ കാണാൻ വേണ്ടിയിട്ട് വണ്ടിയിൽ പോയി. കുറേ ദൂരം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയി അവിടെ 1-2 ദിവസം കണ്ടായിരുന്നു. എം ടി സാർ ചിരിക്കണൊക്കെ എന്നാണ് ഞാൻ കണ്ടത്. അപ്പോൾ അവിടെ വെച്ചിട്ട് ഞാൻ പറഞ്ഞു, സാറേ ഒരു ഫോട്ടോ നമുക്ക് ഈ ബോർഡറിൽ നിന്നത്. അപ്പോൾ പുള്ളി പറഞ്ഞ്, ഇവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാവരും എടുക്കും ഈ ഫോട്ടോ, അതിനകത്തൊരു പുതുമയില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അല്ല സാറേ, ഒരു വശത്ത് പാകിസ്ഥാനും മറ്റേ സൈഡിൽ എം ടി സാറുമായിട്ടൊരു ഫോട്ടോ ആരും എടുത്തിട്ടുണ്ടാവില്ല, അതെനിക്ക് എടുക്കാമല്ലോ. അത് പുള്ളിക്കൊക്കെ സന്തോഷമായി. അല്ലെ വേണുവിൻ്റെ കാര്യം പറഞ്ഞു വന്നു. അപ്പോൾ തിരിച്ചു വന്ന വഴിക്ക് വേണു സാറ് പറഞ്ഞു, ഇന്ന് സൂര്യന് നല്ല ഒരു വളർച്ചയുണ്ട്, ഇന്നലെ നല്ല പ്രകാശമായിരുന്നു. ഞാൻ പറഞ്ഞു, സാറേ വേണു ഒന്നെന്തോ സൺസെറ്റിൻ്റെ ഷോട്ട് എടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതിൻ്റെ വളർച്ചയാകാനാണ് ചാൻസ്. അത് പുള്ളിക്ക് ഭയങ്കരമായിട്ട് സൂചിച്ചു. വന്ന ഉടനെ തന്നെ പറഞ്ഞു, ഇന്ന് ലാലൊരു ഫലിതം പറഞ്ഞു അവിടെ വെച്ചാൽ ഭയങ്കര പുള്ളി ഭയങ്കര കമ്പനിയായിരുന്നു, ഭയങ്കര രസമായിരുന്നു. അങ്ങനൊരു സംഭവം കൂടി ഉണ്ടായി. അപ്പോൾ ഒരു കൊട്ടാരങ്ങൾ കാണാൻ വേണ്ടിയിട്ട് പോയി. അവിടെ ഇപ്പോൾ ഇടിഞ്ഞു പൊളിഞ്ഞ് കിടക്കുന്നതായിട്ടുള്ള ഒരുപാട് കൊട്ടാരങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് കണ്ട് കിടക്കുമ്പോൾ എം ടി സാറിന് അതിൻ്റെയൊക്കെ ചരിത്രങ്ങളൊക്കെ അറിയാം, എല്ലാത്തിൻ്റെയും കറക്റ്റായിട്ട് അറിയാം. പറയുന്നത് ഇദ്ദേഹത്തിന് 2 ഭാര്യമാരുണ്ടായിരുന്നു, അല്ല 4 ഭാര്യമാരുണ്ടായിരുന്നു. അപ്പോൾ ഓരോരുത്തരും താമസിപ്പിക്കാൻ വേണ്ടിയിട്ട് വേറെ വേറെ കൊട്ടാരങ്ങൾ പണിതിരിക്കുന്നതാണ്, ഇവിടെയാണ് അവരുടെ മറ്റേന്നൊക്കെ പറഞ്ഞു. ഒരു കാര്യമില്ലാണ്ട് എൻ്റെ നാൻസിയുടെ കൂട്ടുകാരിയുണ്ട് സാറ, ഒന്നിൽ കൂടുതൽ കെട്ടുന്നവനെയൊക്കെ ചാട്ടവാറിനടിക്കണം, ഒരു കാര്യമില്ല ഇവർക്ക് പറയണ്ട. ഇദ്ദേഹം 2 കെട്ടിയാണോ പുള്ളി ഒന്നിങ്ങനെ സ്ലോ മോഷനിലൊന്നും തിരിഞ്ഞു നോക്കി. ഇത് ശരിയല്ല, നമുക്കൊന്നും കൺട്രോൾ ചെയ്യാനും പറ്റില്ല, സാധനം ഒന്ന് വീഴുകയും ചെയ്യും. താങ്കളുടെ ശബ്ദമാണ് എപ്പോഴും എല്ലാവർക്കും എന്താ പറയുക ഒരു ഡിഫറെൻ്റ് ആണ്. ഇത് അഡ്വാൻറ്റേജ് ഉണ്ടോ അല്ലെങ്കിൽ ഡിസഡ്വാൻറ്റേജ് ഉണ്ടോ? ഒരുപാട് പേര് ഇതിനെപ്പറ്റി കുറ്റം പറയുന്നുണ്ട്. ഞാനത് തുടങ്ങി വെച്ചത് കുറ്റം തന്നെ ഉണ്ട്, ഞാൻ പറഞ്ഞുതരാം. അത് പലരും പറയുന്നുണ്ട്, പലരും വ്യക്തമാകുന്നില്ല കാര്യങ്ങളൊക്കെ. നിങ്ങൾ ഈ ഇൻ്റർവ്യൂ വരുമ്പോൾ ഒന്ന് എടുത്ത് നോക്കി, ഏതെങ്കിലും അക്ഷരം വിട്ടു പോകുന്നുണ്ടോ എന്ന്. കാരണം ഇതൊരു എന്താണെന്ന് വെച്ചാൽ ഒരു ഫോർമലായിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ ആണ്. ഇതിനകത്ത് നമ്മൾ നിങ്ങൾ ശരിയാവില്ല, 5 മണിയാണ് ഇങ്ങനെ പറയില്ല.
പക്ഷെ ഒരു ക്യാരക്ടറായിട്ട് വരുമ്പോഴേ നമ്മുടെ ജീവിതത്തിൽ സംസാരിക്കുമ്പോൾ ഇതിൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ ഞാൻ നിങ്ങളൊന്നും സംസാരിക്കുമ്പോൾ പലരും നിങ്ങൾ എന്താ ചോദിക്കും, ഞാൻ പറയും അല്ല ഞാൻ അതിലും ഫാസ്റ്റാ ഒരാൾക്കൊന്നും അപ്പോൾ നമ്മൾ ചോദിക്കും എന്താ രേഖ പറഞ്ഞ്, അപ്പോൾ രേഖ ഒന്നും കൂടി പറയും. സിനിമയിൽ അങ്ങനെ ഇല്ലല്ലോ. അപ്പം എന്താ വെച്ചാൽ നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു അതുപോലെ ചെയ്യണം എന്നുള്ളതാണ് ശരിക്ക് അഭിനയത്തിൻ്റെ കാര്യത്തിനകത്ത്. പക്ഷേ ഞാനപ്പോൾ സിനിമയിൽ ചെയ്യുന്നതൊക്കെ ലൈവ് പറയുന്ന പോലെയാണ് പറയുന്നത്. ഇപ്പോഴത്തെ ഈ സിങ്ക് ചെയ്തിട്ടുള്ള പടങ്ങളുണ്ടല്ലോ, അത് ആ പടങ്ങളെടുത്ത് നോക്കിയാൽ അറിയാം മിക്കവാറും ഡയലോഗുകൾ നമുക്ക് മനസ്സിലാവില്ല. നമ്മൾ പക്ഷേ അങ്ങനെ മനസ്സിലാവേണ്ട കാര്യമില്ല. ഈ ഒരു സാഹചര്യത്തിൽ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ അവൻ പറയുന്നത് ഇതായിരിക്കും എന്ന് അവൻ്റെ ശബ്ദത്തിൻ്റെ ഒരു ബഹളം കേട്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും. ഒരു അടി ഉണ്ടാകുന്ന സ്ഥലത്ത് ആരൊക്കെ എന്തൊക്കെ പറയണമെന്ന് മനസ്സിലാവും. നീ ആദ്യം പറഞ്ഞ എന്നൊക്കെ പറയും. അപ്പോൾ അതിനകത്ത് നമുക്കറിയാം ഇങ്ങനെയൊക്കെ ആയിരിക്കും. എന്നാൽ സിനിമയെ സംബന്ധിച്ചിടത്തോളം ചില ഡയലോഗുകൾ അത് കേട്ടില്ലെങ്കിൽ ആ കഥ മനസ്സിലാവില്ല എന്ന് പറയുന്ന ഡയലോഗുകളുണ്ട്. ആ ഡയലോഗുകൾക്ക് നിർബന്ധമായിട്ടും നമ്മൾ എടുത്ത് തന്നെ പറയണം, വ്യക്തമായിട്ട് പറയണം. അത് നമ്മൾ അഭിനയിക്കുമ്പോഴും അങ്ങനെ തന്നെ പറയുള്ളൂ, ഡബ് ചെയ്യുമ്പോഴും അങ്ങനെ തന്നെ പറയുള്ളൂ. ഇതുപോലെയൊക്കെ തന്നെയാണ് എല്ലാവരും നല്ല നാച്ചുറലായിട്ട് അഭിനയിക്കുന്നത്. എന്നിട്ട് ഡബ്ബിംഗ് എന്ന് പറഞ്ഞിട്ട് വരുമ്പോൾ ക്ലാരിറ്റി ഇല്ല എന്ന് വേണ്ടി ഓരോ അക്ഷരങ്ങളും പെറുക്കി പറയും. നീ എവിടെ പോയിരുന്നു? ഞാൻ കോളേജിൽ പോയിരുന്നു. അപ്പോൾ അവിടെ സമരമായിരുന്നു. എന്ത് സമരം എന്നൊക്കെ ചോദിക്കും. ലൈവ് നമ്മുടെ ജീവിതത്തിലാണെങ്കിൽ അല്ല കോളേജിൽ പോയിരുന്നാണ് എന്ത് സമരം, ഇങ്ങനെയൊക്കെ ചോദിക്കുള്ളൂ. ഇതൊക്കെ മതി ശരിക്കും. അപ്പം ആ പക്ഷെ അത് മാത്രമായിട്ട് കേട്ടാൽ ചിലപ്പോൾ മനസ്സിലാവില്ല. പക്ഷെ അതിലച്ഛനും മകനുമാണെന്നും കോളേജിൽ നിന്ന് വരികയാണെന്നും ഒക്കെ അറിയാവുന്ന ഒരാൾക്ക് ഇതൊക്കെ കേട്ടാൽ തന്നെ മനസ്സിലാവണം. അപ്പം ഞാൻ പറയുന്നത് ഞാൻ ഇങ്ങനെ ന്യായീകരിച്ച് ഉണ്ടാക്കുകയല്ല. അതിനെ ഉദാഹരണം ഞാൻ പറഞ്ഞു, ഞാൻ ഈ ഇന്റർവ്യൂവിൽ പറയുന്ന ഏതെങ്കിലും അക്ഷരങ്ങൾ മനസ്സിലാക്കാതിരിക്കുകയോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് പറയാം. അങ്ങനെ അല്ലത്. അത് എനിക്കറിയാം അതാണ് ശരി, അങ്ങനെ പറയാൻ പാടുള്ളൂ. അത് അറിഞ്ഞുകൊണ്ട് ഞാൻ വേറെ ആൾക്ക് വേണ്ടിയിട്ട് അക്ഷരം പെറുക്കി പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ ആ നാടകത്തിലെ എനിക്ക് 2 സ്റ്റേറ്റ് അവാർഡും നഷ്ടപാടും കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ ഈ നിരൂപണമൊക്കെ പറയുന്ന ഒരാള് എന്നെ പറ്റി പറയുന്ന മറ്റേ ലാലുണ്ടായിരുന്നു മറ്റേ അയാള് എന്നൊക്കെ പറയും. അപ്പൊ അത് കേൾക്കുമ്പോൾ നമുക്ക് ചെറിയൊരു പ്രയാസം തോന്നും. പിന്നെ തോന്നുന്നു അയക്കൂരില്ലാത്തതുകൊണ്ടാണല്ലോ. അല്ല എന്നാലും 2000 സിനിമയിൽ വരുന്നതിന് മുമ്പ് നാടകത്തിൽ സ്ത്രീ കഥാപാത്രങ്ങളല്ലേ ചെയ്തിരുന്നത്. അപ്പൊ സ്ത്രീ ശബ്ദം എങ്ങനെ പെട്ടെന്ന് എങ്ങനെ പുരുഷ ശബ്ദമായി? ഏതോ സ്ത്രീ ശബ്ദം അതൊരു ദിവസമോ ഒരാഴ്ചയിലൊന്നും മാറിപ്പോയതാ. ഞാൻ സ്ത്രീ ഹീറോയിൻ ക്യാരക്ടറൊക്കെ ചെയ്തിട്ടുണ്ട്. ബലിത്ര എന്നൊക്കെ പറഞ്ഞ നാടകത്തിലൊക്കെ ഞാൻ ഹീറോയിനാണ്. റാണി കൃപാവതി എന്നുള്ള നാടകത്തിലെ ഹീറോയിനാണ്. നല്ല ഫീമെയിൽ വോയിസുള്ള ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടിട്ട് മാത്രമാണ് അതിനകത്ത് അതിന് ഇത്രയും ഘനഗാംഭീര്യമായിട്ട് ശബ്ദത്തിലേക്ക് മാറുന്നൊരു ഭാഗ്യം തന്നെ മാറി. അതെ. ഈ ഇത്രയും കാലത്തതിലെ ഈ നമ്മുടെ സ്റ്റോറി ടെല്ലിങ് നിങ്ങളൊക്കെ കഥകളിൽ കൂടെ നമ്മളെ കേൾപ്പിച്ചും ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും മുന്നോട്ടേക്ക് പോയ ആൾക്കാർ ഇപ്പോൾ ഇവന് ഈ ഒരുപാട് പുതിയ ഡയറക്ടേഴ്സിനും കൂടെ വർക്ക് ചെയ്യുമ്പോഴൊക്കെ തന്നെ ഈ സ്റ്റോറി ടെല്ലിങ്ങിലെ അതിൻ്റെ ഒരു പ്രോസസ്സ് മാറിയിട്ടുണ്ടോ കേരളത്തിലെ ആൾക്കാർക്കും അല്ലെങ്കിൽ പുറത്ത് വർക്ക് ചെയ്യുമ്പോൾ? ഭയങ്കരമായിട്ട് മാറിയിട്ടുണ്ട്. സ്റ്റോറി ടെല്ലിങ് മാത്രമല്ല, ലാംഗ്വേജ് മാറി, പ്രയോഗങ്ങൾ മാറി. മുമ്പൊക്കെ ആ പടം എങ്ങനെയുണ്ട്, അത് പൊളിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശമാണെന്നുള്ളതായിരുന്നു അർത്ഥം. ഇന്ന് പൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂപ്പർ പടമാണ്, ഗംഭീര പടമാണെന്ന് അർത്ഥം. എന്ന് പറഞ്ഞ പോലെ ഒരുപാട് വാക്കുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പൊ അതായത് പറഞ്ഞു. അപ്പൊ അതിനകത്ത് നമുക്ക് നീങ്ങാൻ പറ്റുന്നില്ലെങ്കിൽ ആ ഏരിയയിലേക്ക് പോകാണ്ടിരിക്കുന്നതാണ്. ഇപ്പൊ മേജർ ഓഡിയൻസ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ യങ്സ്റ്റേഴ്സ് എന്ന് പറയുന്ന അവരാണ്. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് പടം എടുക്കുമ്പോൾ നമ്മളിപ്പോഴും അത് പിടിച്ചുകൊണ്ട് അതല്ലെങ്കിൽ എന്താണ് ഈ പറയുന്നത്. പക്ഷെ അന്നൊക്കെ നിങ്ങളുടെയൊക്കെ ഒരു ഗ്യാങ് ഉണ്ടല്ലോ. ജഗദീഷിനെ എന്തോ ഒരു പേരല്ലേ വേറെ വിളിക്കാറ്? ഞങ്ങളോ? സാർ എന്താ വിളിക്കുക ജഗദീഷിനെ? ഞാൻ ജഗ്ഗു എന്നാ വിളിക്കുന്നത്. എന്നാ വിളിക്കണേ? ജഗ്ഗു. എനിക്കിഷ്ടം. അങ്ങനെയുള്ളൂ, വേറെ ഒന്നുമില്ല. പക്ഷെ നിങ്ങളുടെ ഈ സിനിമ സെറ്റുകളിൽ ഈ സൗഹൃദം എങ്ങനെയാണ് വളർന്നത്? ഒരു സിനിമ കഴിഞ്ഞാൽ സാധാരണ ആ ഒരു റിലേഷൻഷിപ്പ് പിന്നെ അടുത്ത സിനിമയിലേക്ക് വരുമ്പോൾ ആ കാലഘട്ടത്തിൽ അത് ഇപ്പോൾ വളരെ കുറവാണത്. മുമ്പൊക്കെ അത് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. ഞങ്ങളൊക്കെ അന്ന് വർക്ക് ചെയ്യുന്നതിൻ്റെ ഒരു എന്താ പറയുക, ഒരു ഫാമിലി പോലെ വർക്ക് ചെയ്യുന്നത്. സിനിമയൊക്കെ നമ്മുടെ ചേട്ടനാണോ അപ്പനാണോ അനിയനാണോ എന്നൊക്കെ തോന്നിക്കുന്ന വിധത്തിലായിരുന്നു അന്ന്. മുകേഷ് ആണെങ്കിലും ജഗദീഷ് ആണെങ്കിലും സിദ്ദിഖ് ആണെങ്കിലും അശോകൻ, അങ്ങനെ അത് ഭയങ്കര രസമാണ്. അതല്ലാതെ വിട്ട് നിൽക്കുന്ന കുറച്ച് ആളുകളുണ്ട് അതിനകത്തൊക്കെ അങ്ങോട്ട് പെടാത്ത. അതെല്ലാത്തിനോടും നമ്മൾ വളരെ സൗഹൃദത്തോടെ പെരുമാറിയിട്ടുണ്ട്. പക്ഷെ ഇവർക്കൊക്കെ ഒരു എത്രയും സൗഹൃദവും ഈ ഫാമിലി എന്ന് പറയുന്നത് നമുക്ക് ഒരാൾ എങ്ങനെയാണ് ആ സമയത്ത് അത് റിയാക്ട് ചെയ്യാന്ന് അറിയും. ഒരു ജഗദീഷ് ആണെങ്കിലും ഒരു അശോകനാണെങ്കിലും മുകേഷ് ആണെങ്കിലും അങ്ങനെ പ്രത്യേകിച്ചൊന്നും എടുത്ത് പറയാനില്ല. എന്നാണെങ്കിലും നമ്മൾ ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ പഠിച്ചിട്ടുള്ളത്, ഈ കൊടുത്താൽ അത് തിരിച്ചു കിട്ടും എന്ന് പറയുന്ന സാധനം അത് വളരെ ചെറിയ സ്ഥലത്ത് നമുക്ക് പറ്റിയിട്ടുള്ളൂ. ഇപ്പം മധുസാറ് ഒക്കെ, മധുസാറിനെ കുറിച്ച് ഞാൻ ചതിക്കാത്ത എന്തെന്ന് പറഞ്ഞ പടം പ്രൊഡ്യൂസ് ചെയ്തായിരുന്നു. മിക്കവാറും ദിവസം നേരം വിളിക്കുന്നവരെ ഷൂട്ടിങ്
പക്ഷെ ഒരിക്കൽ പോലും അത് സാർ ഒരു കംപ്ലൈൻറ്റ് പറയുകയോ വയ്യാന്ന് പറയുകയോ ചെയ്തിട്ടുണ്ട്. കാരണം വെച്ചാൽ ഞാൻ മിക്കവാറും ഇടക്കിടയ്ക്ക് സാറിൻ്റെ അടുത്ത് എന്നിട്ട് പറയും, സാറേ സോറി കേട്ടോ സാറേ ഇങ്ങനത്തെ അവസ്ഥയായിപ്പോയി, അതുകൊണ്ടാണ്. ഇങ്ങനെ ഒരാൾ പറഞ്ഞാൽ ഒരു മനുഷ്യനാണെങ്കിൽ അയാൾ തിരിച്ച് റിയാക്ട് ചെയ്യുന്നത് ഇത് നമ്മുടെ പണിയല്ലേ ഇത്, അങ്ങനെ ബുദ്ധിമുട്ടുണ്ടാകുമെങ്കിൽ പോലും അങ്ങനെ പറയുള്ളൂ. സോമായിട്ട് തന്നെ വെച്ചിട്ട് കാബൂളി വാല എന്ന് പറഞ്ഞ പടത്തിൽ നേരം വിളിക്കുന്നവരെ ഞങ്ങൾ കൊടും തണുപ്പത്ത് മറ്റേ ആർട്ടിഫിഷ്യൽ മഴയെടുത്ത് ആ കൊച്ചിനെ അന്വേഷിച്ച് കിടക്കുന്ന സീനൊക്കെ നേരം വിളിക്കുന്നവരെടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ വറക്കാം, നമ്മൾ ബ്ലാങ്കറ്റൊക്കെ പുതപ്പിച്ചൊക്കെ ഇരുത്തി. അപ്പോഴും അവിടെ നമ്മൾ അടുത്ത് പോയിരുന്നിട്ട് സാറേ നമുക്ക് പണ്ട് അവരുടെ ബുദ്ധിമുട്ട് നമ്മൾ മനസ്സിലാക്കുന്നുണ്ടെന്ന് വന്നു കഴിഞ്ഞാൽ ഇപ്പോഴും ഞാൻ അഭിനയിക്കുമ്പോഴൊക്കെ നമ്മൾ ചെന്ന് കാലത്ത് ചെന്ന് വൈകുന്നേരം വരെ ഷോട്ടൊന്നും ഇല്ലെങ്കിൽ പോലും ഒരാളെ ഇടയ്ക്ക് വന്ന് അറ്റൻഡ് ചെയ്തിട്ട് സാറേ ഇങ്ങനത്തെ സിറ്റുവേഷൻ കൊണ്ടാണെന്ന് പറഞ്ഞാൽ നമ്മൾ പറയും നിങ്ങൾക്ക് എപ്പോഴാണ് ഇന്ന് എനിക്ക് ഷോട്ടില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് നമ്മൾ പറയും. അത് ആരാണെങ്കിലും പറയും. അതല്ലാണ്ട് വളരെ ചില്ലറ അനുഭവങ്ങൾ നമുക്കുണ്ടായിട്ടുള്ളൂ. പക്ഷേ ക്ഷുഭിതനാവോ പെട്ടെന്ന്? ദേഷ്യം വരുമോ? ഞാൻ ഡയറക്റ്റ് ചെയ്യുമ്പോൾ എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരും. അത് ദേഷ്യപ്പെട്ട ആർട്ടിസ്റ്റുകളുടെ അടുത്തൊന്നും അല്ല. എനിക്ക് ഈ പറഞ്ഞ പോലെ ഈ വേണുവിൻ്റെ ചില കാര്യങ്ങൾ ആ സമയത്തുണ്ട്, ഡയറക്റ്റ് ചെയ്യുന്ന സമയത്ത്. എല്ലാ സമയത്തും എനിക്കറിയില്ല. ഇപ്പം ഞാൻ അഭിനയിക്കുന്ന പടങ്ങൾക്ക് എനിക്ക് അങ്ങനെയൊന്നുമില്ല. പക്ഷെ ഡയറക്റ്റ് ചെയ്യുന്ന സമയത്ത് എനിക്ക് അസിസ്റ്റൻസ് ഒക്കെ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് ചെയ്തത്. കാരണം ഞാൻ ശ്രദ്ധിക്കും അസിസ്റ്റൻസ് ആയിരുന്ന സമയത്ത് ഞങ്ങൾ നോക്കത്താ ദൂരത്ത് കണ്ടെന്നിട്ടെന്ന് പറഞ്ഞ പടത്തിൽ ആദ്യമായിട്ട് അസിസ്റ്റൻ്റ് ആയിട്ട് ചെല്ലുന്നു. അന്ന് ഞങ്ങൾ ചെല്ലുമ്പോൾ ഞങ്ങൾ 5ഉം 6ഉം സ്ഥാനത്തുള്ള അസിസ്റ്റൻസ് ആയിരുന്നു. ഞങ്ങൾക്ക് മേലെ 4 പേരുണ്ടായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് പടത്തിന് വന്നപ്പോൾ ഞാൻ ശ്രദ്ധിക്കും ഒന്നാമത്തെ അസിസ്റ്റൻസായി. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളത് കണ്ട് അന്ന് പോകുന്നത് പണി പഠിക്കാനും സംവിധായകരാകാനുമാണ്. മറ്റു 4 പേരും നിൽക്കുന്ന അസിസ്റ്റന്റ് ഡയറക്ടർ എന്ന് പറയുന്നൊരു ജോലിയായിട്ട് തീരുമാനിച്ചിട്ട് നിൽക്കുന്നവരാണ്. ആ അസിസ്റ്റന്റ് ഡയറക്ടർ എന്ന് പറഞ്ഞ ജോലിയുണ്ട്, ഇനി ജീവിതകാലം മുഴുവൻ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് പോകാമെന്നാണ്. അല്ലാതെ ഇതിനകത്ത് മുകളിലേക്കൊന്നും കാണുന്നില്ല. നമ്മളെന്തല്ല ഇതൊന്നും പിടിച്ച് കയറണം, പഠിക്കണം, ഡയറക്ടറാകണം എന്നൊക്കെ പറയുന്നത് സംഭവിച്ചിട്ട് അപ്പോൾ ഒരു ചെറിയ കാര്യം പോലും നമ്മൾ മിസ്സാക്കില്ലായിരുന്നു. ഈ പറഞ്ഞ വേണു പറഞ്ഞാൽ വേണുവിന് പോലും നമ്മൾ തെറി പറയാൻ പറ്റില്ല. അങ്ങനെ തലദിവസം ഇരുന്നിട്ട് അത് നോക്കി അതിനകത്ത് എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടോയെന്നും രണ്ടാമതും മൂന്നാമതും ഒക്കെ ചെക്ക് ചെയ്യുകയും കൃത്യമായിട്ട് എത്തിക്കുകയും അത് ഫോളോ അപ്പ് ചെയ്യുകയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ വെരി ഗുഡ്. അതൊക്കെ ശരിക്കും അതാണ് ഇപ്പോഴേ ഇരിക്കുന്ന ഈ കാണുന്ന കുട്ടികൾക്ക് അത് മനസ്സിലാവേണ്ടതാണ്. ഈ ഇത്രയും ഒരു ജോലിയല്ല, അത് ഒരു ജേണിയാണ്. തമിഴിലേക്ക് പോകുമ്പോൾ ആദ്യം ഹിറ്റ് ആവുന്ന സണ്ടക്കോഴിയാണ് അല്ലേ? അല്ലേ? സിദ്ദിഖിന്റെ പടത്തിലാണ്. കറക്റ്റ്. അത് ഇത് ഇവിടെ ഇതായിരുന്നു, ഫ്രണ്ട്സിന്റെ അല്ലാതെ അല്ലല്ല, അത് ഹിറ്റ്ലറാണ്. ക്രോണിക് ബാച്ചിലർ. ഓക്കെ. അത് കഴിഞ്ഞ് സണ്ടക്കോഴിയിലാണ് വില്ലൻ. പിന്നെ പെട്ടെന്ന് കുറെ ഒരുപാട് അതുമാതിരിയുള്ള ക്യാരക്ടേഴ്സ് വരും. അപ്പൊ വേണ്ടെന്ന് അത് വരും എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വില്ലൻ വരും എന്ന് പറയുന്നത് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു. വില്ലൻ കുറെ വരുമെന്ന്. വില്ലൻ വന്നോട്ടെ, കുഴപ്പമില്ല. എല്ലാ പടത്തിനകത്തും ഒരേ കോസ്റ്റ്യൂം, അതായത് അതിനകത്തിട്ടിരുന്ന പോലെ തന്നെ വൈറ്റും മുണ്ടും ഷർട്ടും ഒക്കെ തരിക. അതും സഹിക്കാം, പോട്ടെ, എന്തെങ്കിലും ആട്ടെ. തമിഴ്നാടിൻ്റെ ഈ ഇതിന്റെ ഷണ്ടക്കോഴിൽ എൻ്റെ പേര് കാശി, അടുത്ത പടത്തിൽ മാശി, അതിന്റെ പിന്നത്തെ പടത്തില് വാശി, അങ്ങനെ എന്തോ. അതെങ്കിലും ഒന്ന് മാറ്റണ്ടേ? അപ്പൊ അങ്ങനത്തെ അക്രമം വന്നപ്പോൾ തൊട്ട് ശരിയാകാത്ത പരിപാടിയാണെന്ന് തോന്നുന്നു. പക്ഷെ പിന്നെ അങ്ങോട്ട് മാരി സെൽവരാജുമാരിയുള്ള നല്ല ഡയറക്ടേഴ്സ് കുറെ നല്ല പടങ്ങൾ ചെയ്യാൻ പറ്റും. വെരി ഗുഡ്. ഇപ്പൊ സുരനിൽ ഞാൻ പറഞ്ഞ മാതിരി അപ്പോൾ ആ ഒരു ലാംഗ്വേജും ഓഡിയൻസിന്റെ പെർസ്പെക്റ്റീവും അവരൊരു ക്യാരക്ടർ പെർസീവ് ചെയ്യുന്നതൊക്കെ മാറും. എനിക്ക് ഇപ്പോഴും ഞാൻ സാറോട് പറയുകയും ചെയ്തു, നമ്മുടെ കർണലിനല്ലേ മറ്റേ വയസ്സായ അമ്മൂമ്മയ്ക്ക് 10 രൂപ കൊടുക്കുക, അപ്പാ സമ്മ സീനത്. അപ്പോൾ അങ്ങനെ ഇത്രയും ഒരു ന്യൂ ഏജ് ഡയറക്ടേഴ്സ് എന്നാൽ ഇങ്ങനത്തെ ഗ്രാമങ്ങളിൽ വർക്ക് ചെയ്യുമ്പോൾ ഇതിങ്ങനെ ഒരു ആക്ടറിന്റെ പ്രോസസ്സ് മാറാറുണ്ടോ? അല്ല, കർണലിൽ അഭിനയിക്കാൻ ചെന്ന് എനിക്കിപ്പോൾ അങ്ങനെ പഴയ പോലത്തെ അത്രയും പേടിയൊന്നുമില്ല. ആദ്യത്തെ ദിവസങ്ങളുടെ ഏത് പടത്തിന് മുമ്പ് ചെറിയ പതർച്ച ഉണ്ടാവും. ഇതിപ്പോഴും ഏത് പുതിയ ഡയറക്ടറുടെ പടമാണെങ്കിലും എനിക്ക് പതർച്ച ഉണ്ടാകാൻ കാര്യം കളിക്കാണ്ട്. പക്ഷെ ഒരു ദിവസം കഴിയുമ്പോൾ അല്ലെങ്കിൽ 2 ഷോട്ട് എടുത്ത് കഴിയുമ്പോൾ നമ്മൾ അതിനകത്തേക്ക് കയറും പോകേണ്ട അവസ്ഥ. ഈ പടത്തിന് ഒന്ന് ആദ്യത്തെ ദിവസം എന്തോ പാസിംഗ് ഒക്കെ എനിക്കുണ്ടായിരുന്നുള്ളൂ. പക്ഷെ ആ ദിവസങ്ങളിൽ ഞാൻ ഷൂട്ടിംഗ് സ്ഥലത്ത് വാച്ച് ചെയ്തപ്പോൾ ഈ തിരുനെൽവേലിയിലുള്ള ലോക്കൽ ആളുകളെ വെച്ചാൽ അഭിനയിക്കും. ഇവരുടെയൊക്കെ പെർഫോമൻസ് കണ്ടിട്ട് അവിടെ കൈകാലം പറിച്ചു പോയി. കാരണം വെച്ചാൽ ഡയലോഗൊന്നും അല്ല മാരി പറഞ്ഞു കൊടുക്കുന്നത്. മാരി വന്നിട്ട് ഇത് സിറ്റുവേഷൻ എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ സംഭവം വന്നോ, പോലീസ് വന്നിരിക്കുന്നു, മറ്റേതിന് വേണ്ടിയിട്ടാണ്, അപ്പോൾ നിങ്ങൾ അറസ്റ്റ് ചെയ്യുന്നു പറഞ്ഞത് എന്തൊക്കെ പറയുന്നു. പിന്നെ ആക്ഷൻ എന്ന് പറഞ്ഞാൽ ഇവർ പറയുന്ന ഡയലോഗും അവരുടെ ഒരു ഫ്ലോയും കേൾക്കണം എല്ലാവരും. ഒരെണ്ണോണേ സാറില്ല. കാരണം മരണ വീട്ടിൽ കരയുന്ന സീനാണെങ്കിൽ അവർ സ്വന്തം കയ്യിൽ നിന്നിട്ടിട്ട് അങ്ങോട്ട് കരയാണ്. കരഞ്ഞ് നമുക്ക് കരച്ചിൽ വരുമോ കണ്ടു കഴിഞ്ഞാൽ. നമ്മളിടക്കെത്തി നോക്കുക ആൾ ചത്തോന്നു. ആ ഒരു അഭിനയം. അപ്പോൾ അന്ന് ഞാൻ ശരിക്കും വരണ്ടു പോയി. പിന്നെ 2 ദിവസം ഞാൻ അവരെ കൂടെയൊക്കെ നടന്ന് അവിടെ പോയി കഴിഞ്ഞാൽ അങ്ങനെ തന്നെ ആവും. ഒരു വെയിലൊക്കെ കൊണ്ടു കഴിഞ്ഞാൽ പിന്നെ ഞാനും ഓരോ ഒരുപോലെ ആയി.
പിന്നെ അത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് വർക്ക് ചെയ്ത പടമാണ്. ആളുകളൊക്കെ ആയിട്ട് നല്ല രസമാണ്. സിനിമ അസുര സിനിമ താങ്കൾ കസറിയ സിനിമയില്ലേ? നല്ല വേഷം, അതെ. നല്ല വേഷം. പിന്നെയും ആരെയും വിളിച്ചില്ലേ എന്തോ? പിന്നെ അടുത്ത സിനിമ മാരിയുടെ അടുത്ത് മാമനലിൽ അഭിനയിച്ചു. ഇപ്പൊ ബൈസം CM ആയിട്ട് ആയിട്ട് ഇപ്പൊ ബൈസം എന്ന് പറഞ്ഞ പടത്തിൽ അഭിനയിക്കും. അതെ, ഞാൻ കാണുന്നൊക്കെ എയർപോർട്ടിലാണ്. എന്നാൽ തമിഴ് സിനിമ, തമിഴ് സീരീസ് ഒക്കെ ചെയ്യാൻ നാട്ടിൽ ഞാൻ കാണാറില്ല താങ്കളെ. മാരിയായിട്ട് നല്ല ബന്ധമാണ്, നല്ല ഡയറക്ടറും. അതെ ബഹുമാനവും. അതെ, ഈ അങ്ങനെ പല നടിമാർ എന്നോട് പറഞ്ഞിട്ടുണ്ട്, പല ആക്ടേഴ്സ് ഈ മലയാളത്തിൽ നിന്ന് വേറെ ഭാഷയിലേക്ക് പോകുമ്പോൾ നമുക്ക് റെസ്പെക്ട് കുറച്ച് കൂടും തിരിച്ചു വരുമ്പോൾ. കുറച്ചൊന്നുമല്ല, മലയാള നമ്മളോടുള്ള മാത്രമല്ല, എന്നോട് ഒന്നും പറഞ്ഞിട്ടല്ല, അത് മലയാളത്തിനോട് ഇവർക്കൊക്കെ ഭയങ്കര റെസ്പെക്റ്റാണ്. അത് തമിഴാണെങ്കിലും തെലുങ്കാണെങ്കിലും. അത് മാത്രമല്ല, അവിടുത്തെ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് കാര്യങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവർ മലയാളത്തിലിറങ്ങിയിട്ടുള്ള ഏത് പടത്തിനെ പറ്റി ചോദിച്ചാലും നമുക്കറിയാവുന്നതിനൊക്കെ കൂടുതൽ അവർക്കറിയാം. പല പടങ്ങളും ഞാൻ പറയും അയ്യോ അത് ഞാൻ കണ്ടിട്ടില്ല എന്ന് പറയുമ്പോൾ അവരിങ്ങോട്ട് പറഞ്ഞു തരും. അത്ര ഡീറ്റെയിൽ അവർ വാച്ച് ചെയ്ത് നിൽക്കുകയാണ്. കാരണം നല്ല പുതിയ ചിന്തകൾ വരുന്നത് മലയാളത്തിൽ വരുന്ന ഒരു നല്ല ധാരണയുണ്ടോ. അവിടെ എല്ലാ പടങ്ങളും കാണും. തെലുങ്കിൽ ഭയങ്കര വേറെ ലെവലല്ലേ ഈ ആരാധനയും ഇതൊക്കെ. ഒരു മരണ സീനാണ് വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞു, പിന്നെ അദ്ദേഹത്തിന് തിരിച്ച് എടുക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എന്നോട് രാജൻ പി ദേവ് അദ്ദേഹം മരിക്കുന്നത് ഒരു ഇന്റർവ്യൂ ചെയ്തിരുന്നു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാനാണ് അടികൊള്ളാൻ പോണത്, നല്ല കാശാ. പക്ഷെ എന്താ വെച്ചാല് ഈ മരിച്ചു കഴിഞ്ഞ സീന് തിരിച്ചു വരുമ്പോ കുറെ പൂജയൊക്കെ ചെയ്ത്ര. അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? എന്തുകൊണ്ടോ ഞാൻ മരിച്ചോട് പടം തീർന്നു. ചണ്ടക്കുഴിയിൽ മരിച്ചോടൊക്കെ പടം തീർന്നു പോയി. അല്ല, അവരെന്താണെങ്കിലും അതിവിടെ ഉണ്ട് കേട്ടോ. നമ്മള് മരിച്ച മിക്കവാറും മലയാളത്തിൽ ഇപ്പോഴത്തെ പിള്ളേർക്ക് ഉണ്ടോന്നറിയില്ല. മിക്കവാറും മരിച്ച ഒരു സീൻ എടുത്തു കഴിഞ്ഞാൽ അതിനു മുമ്പ് ചിരിച്ചോണ്ടിരുന്നേക്കുക എന്നൊക്കെ പറയുന്നത് ഷൂട്ട് ചെയ്യും. അതെ, ഈ എന്താ പറയാ, പുതിയ ഞാൻ കുറച്ച് സംവിധായകരുടെ പേര് പറയാം. എന്തെങ്കിലും നല്ലൊരു മെമ്മറി ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. ആദ്യത്തെ എനിക്ക് എപ്പോഴും സോൾട്ട് ആൻഡ് പെപ്പറിൽ താങ്കളുടെ പ്രേമമാണ് ഞാൻ എപ്പോഴും ആലോചിക്കുക. ഒരു ഡിഫറെൻറ്റ് ലെവൽ ഓഫ് റൊമാൻസ് ആയിരുന്നു. സോ ആഷികപ്പൂ താങ്കൾ ഇടുക്കി ഗോൾഡിലും ഉണ്ടായിരുന്നു, പിന്നെ ഇതിലുണ്ടായിരുന്നു. അപ്പോൾ ആഷികപ്പിൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോഴായിരുന്നു എന്തെങ്കിലും ഒരു മെമ്മറി ഉണ്ടോ അങ്ങനെ? ആഷിഖിൻ്റെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതും എനിക്ക് ആഷിഖിനോട് ഏറ്റവും വലിയ ബഹുമാനം തോന്നിയിട്ടുള്ള കാര്യം, ആഷിഖ് കഥ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഞാൻ പറഞ്ഞ ആഷിഖ് അസലായിട്ടുണ്ട്, ഇത് മമ്മൂട്ടി വെച്ച് ആലോചിച്ചുകൂടെ. ഞാനത് പറയാറുണ്ട് കേട്ടോ. എനിക്ക് ഇത് എന്നെക്കാൾ നന്നാവും തോന്നുന്ന കഥകൾ. ഞാനിപ്പോൾ ഉദാഹരണത്തിന് എന്താണ് ഇവിടം സ്വർഗമാണോ, ഇവിടം സ്വർഗമാണെന്ന് പറഞ്ഞ റോഷൻ ആൻഡ്രൂസ് വന്ന് എൻ്റെ അടുത്ത് കഥ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞത് ലാലു ലക്സ് ചെയ്ത വേഷം ഞാനായിരുന്നു. ഞാൻ പറഞ്ഞത് ലാലു ലക്സിന് വെച്ച് ഗംഭീരമായിരിക്കും പടത്തിനകത്ത്, പടത്തിന് ഗുണം ചെയ്യും. എനിക്ക് ആദ്യം തോന്നുന്ന ഒരു ഫീൽ, അതായത് എൻ്റെ മകനാണ് ഈ പടം ഡയറക്റ്റ് ചെയ്യുന്നെങ്കിൽ ഞാനത് പറഞ്ഞ് ചെയ്തിരിക്കും, അത് ചെയ്യിച്ചിരിക്കും. അപ്പോൾ വന്നിട്ട് കുറേ പുള്ളി പറഞ്ഞു അല്ല ഡയറക്റ്റ് ചെയ്താൽ എന്നൊക്കെ പറഞ്ഞു, അങ്ങനെയൊക്കെ പറഞ്ഞു. പക്ഷെ അവസാനം ലാലു ലക്സിന് ഇട്ടു. അവനെ ഈ മേരിക്കൊണ്ടൊരു കുഞ്ഞാടെന്ന് പറഞ്ഞ പടത്തിൽ ബിജു മേനോൻ ചെയ്ത പക്ഷെ ഞാനായിരുന്നു. ഷാഫിയൊക്കെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഡയറക്ടറാണ്. ബെന്നി പി നാരമ്പലം എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. എന്നിട്ട് ഞാൻ പറഞ്ഞു അത് വേണ്ട, ഞാൻ ചെയ്ത് എന്നൊക്കെ നല്ലത് വേറെ ആരെങ്കിലും ആയിരിക്കും, അത് നിങ്ങൾ കുറച്ചുകൂടി ആലോചിച്ച് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് ബിജു മേനോനെ കാസ്റ്റ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു വന്നതാണ് ആഷിഖബു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇത് മമ്മൂക്കാനെ വെച്ച് ചെയ്തുകൂടെ, സൂപ്പർ ഹിറ്റ് അടിക്കും. അത് നമ്മൾ അഭിനയിച്ചിട്ട് പടം ഇങ്ങനെ ഇല്ല, ആരും കാണാണ്ട് തിയേറ്ററിൽ പോകുന്നത് ഭയങ്കര സങ്കടമാണ്. അന്ന് ആഷിഖ് പറഞ്ഞു ലാലേട്ടൻ അഭിനയിക്കില്ലെങ്കിൽ പടം ചെയ്യില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പറയുമ്പോൾ പിന്നെ നമുക്ക് അതിനകത്ത് ഒന്നും പറയാനുണ്ടായിരുന്നില്ല. അങ്ങനെയാണ് ഞാനന്ന് ആ പടം ചെയ്യുന്നത്. അത് ആ ഒരു ഇഷ്ടവും ബഹുമാനവും എനിക്ക് ആഷിഖിന്റെ അടുത്ത്. പലതരത്തിലുള്ള റൊമാൻസ് സിനിമയില് കുട്ടേട്ടന്റെ റൊമാൻസ് ഒരു വഴി, നിങ്ങളുടെ റൊമാൻസ് വേറെ വഴി, തട്ടുകൂട്ടിൽ ദോശ അല്ലേ. അതന്നെ ലാൽ ജോസ് സാറിന്റെ കൂടെ ചന്ദ്രനിക്കലും പിന്നെ അതുമാതിരി അങ്ങനെ ഒരുപാട് സിനിമകളും. അതെ, ലാൽ ജോസും നല്ലൊരു സുഹൃത്താണ്. പക്ഷെ ഇപ്പൊ അടുത്ത കാലത്ത് ലാൽ ജോസുമായിട്ട് വെറുതെ എനിക്കൊരു വിഷമത്തിൽ നിൽക്കുന്ന ആളാണ്. പറയണ്ടെങ്കിൽ പറയണ്ട, വെറുതെ നമ്മള് ശത്രുക്കളെ ഉണ്ടാക്കണ്ട. അല്ല, ലാൽ ജോസിന് എന്തൊക്കെ തെറ്റിദ്ധാരണകൾ വെച്ചിട്ടാണോ എന്താണെന്നറിയില്ല, കുറച്ച് കാര്യങ്ങളൊക്കെ പുള്ളി ഇപ്പം അടുത്ത കാലത്ത് ഇന്റർവ്യൂവിൽ പറഞ്ഞു. ഞാൻ പിന്നെ അത് ആദ്യം പറഞ്ഞ ലാൽ ജോസിനെ ഉടനെ വിളിച്ചിട്ട് ചോദിക്കണമെന്നൊക്കെ കരുതി. പിന്നെ അത് തോന്നിയില്ല. അതിനുശേഷം ഞാൻ കാണുകയും ചെയ്തു. ഒന്നാമത് എനിക്ക് തോന്നുന്നത് എന്താ പറയാ, ഒരാൾക്ക് ഒരു ആവശ്യമില്ലാത്ത ചില സംസാരങ്ങളുണ്ടല്ലോ, എന്താണെങ്കിലും പറയാം തീർക്കാം, പക്ഷെ ആ പറച്ചിൽ പോലും ഒട്ടും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ആളല്ല ഞാൻ. എന്താ അങ്ങനെ പറഞ്ഞത്, എന്താ ചിലപ്പോൾ അയാൾ പറയാം അതെ എനിക്ക് അത് തെറ്റുപറ്റിയാണെന്ന് പറയാം, അതേ പറയും അങ്ങനെ ആയിരുന്നില്ലേ, അയ്യോ എൻ്റെ ഓർമ്മ അങ്ങനെയാണല്ലോ എന്നൊക്കെ പറഞ്ഞെന്ന് വരും. അപ്പോൾ ആ ഒരു സുഖമില്ലാത്ത അനുഭവത്തിലേക്ക് പോകണ്ടെന്ന് ലോഹിയായിട്ട് ഭയങ്കര സുഖമുള്ള, അത് ഞങ്ങളുടെ ഫാമിലിയായിട്ടൊക്കെ ഭയങ്കര, ഞങ്ങൾ ഒരുപാട് യാത്രകളും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട്. പക്ഷെ ലോഹിയായിട്ട് അവസാനം ലോഹിക്ക് വിഷമമുണ്ടാക്കിയൊരു കാര്യമുണ്ട്. ഞാൻ മറ്റേ ലോഹിയുടെ ഈ പടം ഉണ്ടല്ലോ അരയന്നങ്ങളുടെ വീട്ടിലെ ഒരു വേഷം എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു. നമുക്ക് ചെയ്യാവുന്ന എല്ലാ കാര്യങ്ങളൊക്കെ ഫിക്സ് ചെയ്ത് നല്ല ഗംഭീര വേഷം. അപ്പോൾ
അത് പക്ഷെ ഡേറ്റ് ഒന്നും തീരുമാനിച്ചിട്ടില്ല, അങ്ങനെ പോയിക്കൊണ്ടിരിക്കും, പുള്ളി എഴുതിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആണ് എനിക്ക് ലെനിൻ്റെ ആദ്യത്തെ മഴ മഴ എന്നുള്ള വന്നത്. പടം വന്നത്. അപ്പോൾ ഞാൻ ലോഹി എടുത്ത് ചോദിച്ചു, ലോഹി ഇങ്ങനെ പടം വന്നിട്ട് അയ്യോ അത് പോയി ചെയ്യും, നമ്മുടെ എന്താണെങ്കിലും താമസിക്കും. അപ്പോൾ 2 മാസം കഴിഞ്ഞിട്ടൊക്കെ ഉള്ളത്, പിന്നെ അത് ചെയ്യാമല്ലോ അതുകൊണ്ടാണ് ഞാൻ പോയിട്ട് ഈ മഴ ചെയ്യുന്നത്. പക്ഷെ മഴ 2 മാസം കൂടി തീരണ്ടേ. മഴ ഇങ്ങനെ കഷ്ടമായിട്ട് അങ്ങോട്ട് പോയി കഴിഞ്ഞിട്ട് പിന്നെ അപ്പം അത് തുടങ്ങി. അപ്പോൾ എൻ്റെ അടുത്ത് 18 ദിവസം വേണമെന്നോ 20 ദിവസം വേണമെന്നോ കൊണ്ട് അന്ന് ബ്ലെസ്സിയാണ് അസോസിയേറ്റ്, ബ്ലെസ്സി എന്നെ വിളിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെയാണ് കിടക്കുന്നത്, ഞാൻ ലെനിനായിട്ട് സംസാരിക്കട്ടെ. അപ്പോൾ അവർക്ക് ചെന്നേ തീരുള്ളൂ പിറ്റേ ദിവസം തന്നെ. അപ്പോൾ ഇത്ര ദിവസം വേണം താനും. അതുകൊണ്ട് അത്രയും ദിവസം ഞാൻ ചോദിച്ചു, ഇത്ര ദിവസം വേണം സാറേ, അപ്പോൾ എന്താണ് പരിപാടി, എന്ത് ചെയ്യുക, അല്ലെങ്കിൽ ഞാൻ പടം വിടേണ്ടി വരും, കഷ്ടമാണെന്ന് പറഞ്ഞു. പടം വിട്ടേക്ക് എന്ന് പറഞ്ഞു പുള്ളി, ഒരു മയമില്ലാതെ. പിന്നെ അതിൻ്റെ അപ്പുറത്ത് പറയാൻ എനിക്കൊന്നും ഇല്ലാണ്ടായി പോയി. അപ്പം ഞാൻ ബ്ലെസ്സി എടുത്തും പറഞ്ഞു, ബ്ലെസ്സി അത്. അപ്പോൾ പിന്നെയും ബ്ലെസ്സി വിളിച്ചു. ലോഹി എന്നെ കണ്ടുകൊണ്ട് എഴുതിപ്പോയി, അത് ആടി വരെ മനസ്സിലുണ്ട്. പിന്നെ വേറെ ആരും ആലോചിച്ചിട്ടും പുള്ളിക്ക് അത് തൃപ്തിയാകുന്നില്ല. അപ്പോൾ അവസാനം ലോഹി അത് കട്ട് ഷോട്ട് ചെയ്തിട്ട് ആ ക്യാരക്ടറിനെ കുറച്ച് സീൻസിലായിട്ട് 6 സീൻസിലായിട്ട് ഒതുക്കിയിട്ട്, അപ്പോൾ ഇത്രയും ദിവസം വന്നാൽ മതി, 4 ദിവസം 5 ദിവസം മതിയെന്നു. അതെങ്കിലും ഒന്ന് ചെയ്തു തരണം, അല്ലെങ്കിൽ കഷ്ടമെന്ന് പറഞ്ഞു. ഞാൻ ചെന്ന് ചെയ്തു. പക്ഷെ അത് ലോഹിക്കത് നല്ല പ്രയാസം ഉണ്ടാക്കി. പറഞ്ഞിട്ടില്ല, ഞങ്ങൾ തമ്മിൽ സംസാരിച്ചിട്ടുമില്ല. പക്ഷെ പിന്നീട് പിന്നെ പുള്ളി എന്നെ വിളിച്ചിട്ടുമില്ല, ഞങ്ങൾ തമ്മിലുള്ള ബന്ധം ഭയങ്കരമായിട്ട് അകന്നു. അമൽനീരത് ഭയങ്കര രസമുള്ള പാർട്ടിയാണ്. നമുക്കൊന്ന് എന്താണിത് ഇങ്ങനെയൊക്കെ എടുക്കേണ്ട കാര്യം എന്താണെന്നൊക്കെ തോന്നുന്നു. കാരണം നമ്മളൊരു ഡയറക്ടർ ആയതുകൊണ്ട് നമുക്കും ചില ചിന്തകളൊക്കെ ഉണ്ടല്ലോ. ഒരു സീൻ എന്ന് പറയുമ്പോൾ നമ്മൾ വായിച്ചിട്ട് കാലത്ത് എഴുന്നിട്ട് സീനൊക്കെ വായിച്ച് കഴിയുമ്പോൾ അതിങ്ങനെയൊക്കെ ആയിരിക്കും, ഇങ്ങനെ പോകും. അതിൽ നിന്നൊക്കെ നേരെ മാറിയിട്ട് നമ്മൾ ഇതൊരു ക്ലോസ് എന്നൊക്കെ പറഞ്ഞ് ചിന്തിക്കുന്ന സാധനം ചിലപ്പോൾ ഇന്ത്യയുടെ അപ്പുറത്ത് ക്യാമറ വെച്ചിട്ടായിരിക്കുള്ളൂ. അങ്ങനെ നമ്മൾ ചിന്തയുടെയൊക്കെ മൊത്തം തിരിച്ചു കളയുന്ന ഒരു അതിഗംഭീര സംഭവമാണ്. എന്നാൽ ഒരു ബഹളവും ഇല്ല, ഒരു ധൃതിയില്ല. ഇന്നത്തെ കൊണ്ട് ഇത് എടുത്തില്ലെങ്കിൽ ഈ പടം ഇറങ്ങില്ല എന്നുള്ള അവസ്ഥയാണെങ്കിലും ചിലപ്പോൾ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഒന്നും തീരില്ലല്ലോ, തീർക്കാൻ നോക്കാം, അല്ലെങ്കിൽ പിന്നെ ഇറങ്ങില്ല എന്ന് പറയുന്നൊരു അയാളെ വൃത്തിയായിട്ട് എടുക്കുള്ളൂ. അത് ഗംഭീര, അത് പുള്ളിക്ക് മാത്രമേ പറ്റുള്ളൂ. അത് വളരെ സമാധാനമായിട്ട്. എനിക്ക് തോന്നുന്നു അതുകൊണ്ടിട്ട് ദേഷ്യം ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുണ്ടാകുന്ന പ്രൊഡ്യൂസറൊക്കെ ആണല്ലോ, വേണ്ട ഞാൻ തന്നെ ചെയ്തോളാം, നഷ്ടവും ഞാൻ തന്നെ സഹിച്ചോളാം എന്ന് പറയുന്ന രീതിയിലാണ് പുള്ളി തന്നെ പ്രൊഡ്യൂസ് ചെയ്ത് പടങ്ങൾ എടുക്കുന്നത്. പുള്ളി അത് വേറൊരു തലത്തിലുള്ള. യോബിന്റെ പുസ്തകം താങ്കളുടെ മകന്റെ കൂടെ സംവിധാനത്തിലിരിക്കുമ്പോഴോ? സംവിധാനത്തില് താങ്കളുടെ മകന്റെ കൂടെ കോറൈറ്റ് ചെയ്തിട്ട് ആ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടല്ലോ, മറ്റേ ഹണിബിയിൽ അഭിനയിച്ചിട്ടില്ലേ? ഹണിബിയിൽ അഭിനയിച്ചിട്ടുണ്ട്. അപ്പൊ മകന്റെ കൂടെ ഡയറക്ഷനിൽ ഇരിക്കുമ്പോ എങ്ങനെയാ സാധാരണ? അല്ല, ഞാൻ ആദ്യമൊക്കെ ഫസ്റ്റ് ഡേ ഷൂട്ടിങ്ങിന് പോയ സമയത്ത് ഞാൻ അത് ഇവിടെ ക്യാമറ വെച്ച് ട്രാക്ക് ഇട്ടിട്ട് ജിബ് വെച്ചിട്ട് ഇങ്ങനെ വന്ന് ജനക്കൽ എന്നൊക്കെ പണ്ടൊക്കെ പറഞ്ഞു കൊടുത്തു. അപ്പൊ അവനത് അനുസരിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അവന് വേറെ കുറച്ച് ഷോട്ടൊക്കെ എടുത്തു. അത് കഴിഞ്ഞത് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ ഒന്ന് കണ്ടായിരുന്നു. കണ്ടപ്പോൾ ഞാൻ പറഞ്ഞ ഷോട്ടൊന്നും ഇല്ല, അവനത് വേറെ രീതിയിൽ, അപ്പോൾ അത് ഗംഭീരമായിരിക്കുന്നു. അപ്പോൾ ഞാൻ സലാം പറഞ്ഞു. കാരണം നമ്മുടെ മാത്രം ശരിയെന്നും പറഞ്ഞിട്ട് ഒരു കടിച്ചു പിടിച്ചിരിക്കുന്നു. അവന് കാര്യങ്ങളൊക്കെ അറിയാം, പക്ഷെ നമുക്ക് മകനായിട്ടും അവനെങ്ങനെ ഈ ചുറ്റിപ്പിടിക്കാന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, അതിൻ്റെ ഒരു കുഴപ്പമായിരുന്നു മനസ്സിലായി. പിന്നെ ഞാൻ അങ്ങനെ അധികം ഇടപെടാറില്ല. എനിക്ക് പക്ഷേ ഓർമ്മ കഴിഞ്ഞ വർഷം ഞാൻ താങ്കളുടെ വീട്ടിൽ വന്ന ഇൻ്റർവ്യൂ ചെയ്തു, തിരക്കിൽ അല്പം നേരം 2013 അന്ന്. ആ കാലഘട്ടത്തിലാണ് മകൻ എല്ലാ ആഴ്ചയും ബാംഗ്ലൂരിൽ നിന്ന് വരും, ബാംഗ്ലൂർ പഠിക്കായിരുന്നു, എന്നിട്ട് എല്ലാ വെള്ളിയാഴ്ചയും വരും. അപ്പോൾ ആ ഒരു വെള്ളിയാഴ്ച നിങ്ങൾ മകനെ കാത്തിരിക്കുന്ന ദിവസമാണ് ഞാൻ വന്ന് ഇൻ്റർവ്യൂ ചെയ്തു. ഈ പിന്നെയുള്ള ഡയറക്ടർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പുതിയ ഡയറക്ടേഴ്സായിട്ട് ഇപ്പോൾ ചിദംബരത്തിൻ്റെ ജാനമൻ, ഒരു ഡിഫറൻസ് ഓഫ് എങ്ങനെയായിരുന്നു അപ്രോച്ച്? ചിദംബരം, എനിക്ക് ആ പടത്തിന് ഞാൻ ചിദംബരത്തിനെന്ന് പറഞ്ഞാൽ എനിക്ക് എല്ലാം ഇഷ്ടമായി. ചിദംബരം ഈ ജാനം എന്നുള്ള പേര് മാറ്റുന്നത്, നിങ്ങൾ എന്തിനാ ആള് കയറരുതെന്ന് ഇത്ര വാശി പിടിക്കുന്നത്? ആ പേര് കേട്ട് ഞാൻ പോകില്ല. ജാനം എന്ന് പറഞ്ഞിട്ട് പടം വന്നിട്ട് പുതിയൊരു ഡയറക്ടറുടെ എന്ന് പറഞ്ഞ് ഞാൻ പോകില്ല, നിങ്ങൾ പേര് മാറ്റുന്നത് എന്ന് പറഞ്ഞത്. പക്ഷെ അപ്പോൾ അതൊക്കെ കറക്റ്റായിരുന്നു എന്ന് അങ്ങനെ കൃത്യമായിട്ട് തെളിയിച്ചു. അപ്പം നമ്മുടെ ചിന്തകളൊക്കെ അതാണ് ഈ പറയുന്നത്, നമ്മൾ നിർത്തേണ്ട സ്ഥലത്ത് നിൽക്കണം. നമ്മൾ ശരിയല്ല, ഇവിടെ ഫിറ്റല്ല തോന്നുന്ന സ്ഥലത്ത് നിർത്തിയിട്ട് അനുസരിക്കുക. ഇപ്പം ഞാനിപ്പോൾ അഭിനയിക്കുന്ന പടങ്ങളിലൊന്നും വലിയ അഭിപ്രായങ്ങൾ പറയാനും കാര്യങ്ങൾക്കൊന്നും നിൽക്കാറില്ല. അവർ പറയുന്നത് അനുസരിക്കുക. വല്ലതും തോന്നിയാൽ ഇങ്ങനെ തോന്നേണ്ടത്, എനിക്ക് കഥയൊന്നും അറിയില്ല, ഒന്നും അറിയില്ല, ഇങ്ങനെ ആണെങ്കിൽ നല്ലതായിരിക്കുമോ എന്നൊക്കെ പറഞ്ഞ് വളരെ സോഫ്റ്റായിട്ടൊന്ന് പറഞ്ഞിട്ട് അവരുടെ മുഖത്ത് ശരിയാവില്ല എന്ന് ഞാൻ തന്നെ പറഞ്ഞിട്ട് ഞാൻ പോകും. കാരണം അത് അവർക്ക് പറയാനായിട്ട് അവസരം ഞാൻ കൊടുക്കാറില്ല. ലാസ്റ്റ് ബട്ട് നോട്ട് ദി ലീസ്റ്റ്, മണിരത്നം, പൊന്നിയിൻ സെൽവൻ.
അദ്ദേഹം അതിങ്ങനെയായിരുന്നു. അദ്ദേഹം അധികം വർത്തമാനം പറയില്ലല്ലോ. അയ്യോ അത് വേറെ ജന്മം. പക്ഷെ അവിടെ എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യം, അവിടെ ഈ പൊന്നിയിൻ സെൽവത്തിന് അഭിനയിക്കുമ്പോൾ അത് ഈ അസിസ്റ്റൻസ് ചെയ്യുന്ന പരിപാടിയാണെന്ന് എനിക്ക് തോന്നുന്നത്. അങ്ങേരെ അറിയുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇന്ന് നാളെ 4 മണിക്ക് ലൊക്കേഷനിൽ, വെളുപ്പിന് 4 മണിക്കാണേ എത്തണം എന്നൊക്കെ പറയും. അത് നമ്മൾ ചെന്നു, ഒന്നത് ഈ രാജാപ്പാട്ട് ഡ്രസ്സും കുന്തവും കുറുപടിയും കൂടി മത്ത് കയറ്റി കഴിഞ്ഞാൽ ഭക്ഷണം പോലെ ഇറങ്ങൂല, അങ്ങനത്തെ ഡ്രസ്സാണ്. ജയറാം പറഞ്ഞ് ഈ താടി ഇത്രയും പോലെ താടിയൊക്കെ ഒട്ടിച്ച്, അപ്പോൾ നമുക്ക് കാണാം അപ്പുറത്ത് വേറെ എണ്ണം താടി ഒട്ടിച്ചിരിക്കും, ഇവിടെ വേറെ രാജാക്കന്മാർ എല്ലാം. അപ്പൊ അന്ന് എടുക്കുന്ന സീൻസ് ആയിരിക്കും. പക്ഷെ അതെന്താണ് ഇവരങ്ങനെ ചെയ്യുന്നതെന്ന് അറിയില്ല. അങ്ങനെ അറിഞ്ഞിട്ടാകാൻ ചാൻസ് ഇല്ല. കാരണം ഷൂട്ട് നടക്കുന്ന കുറേ ദൂരത്തായിരിക്കും. ഇവിടെ കാരവനിലാണല്ലോ ഈ അസിസ്റ്റൻസ് ഉണ്ടല്ലോ. അപ്പോൾ അവർ വന്ന് നമുക്ക് ഷോട്ട് രാത്രി 8 മണിക്കായിരിക്കും, അല്ലെങ്കിൽ വൈകിട്ട് 6 മണിക്കായിരിക്കും. ആ സമയം വരെ നമ്മൾ ഈ താടി ഒട്ടിച്ചിട്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞൊരു അവസ്ഥയുണ്ട്. അപ്പോൾ അങ്ങനത്തെ ചില പ്രശ്നങ്ങൾ എനിക്ക് തോന്നിയിട്ടുണ്ട് ബുദ്ധിമുട്ടായിട്ട്. പക്ഷെ ഒരു ദിവസം എനിക്ക് വരേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കിനെ 4 മണിക്കൊന്നും പോയാൽ കൊള്ളായിരുന്നു അസിസ്റ്റൻസിന് തോന്നിയപ്പോൾ, ഇല്ല ഇന്നും വർക്ക് വെച്ചേക്കണമെന്നൊക്കെ പറഞ്ഞു. ഞാൻ പിന്നെ നേരെ ചെന്നു. എന്നിട്ട് അങ്ങനെ അടുത്തുണ്ടെങ്കിൽ എൻ്റെ കൂട്ടുകാരൻ്റെ മകളുടെ കല്യാണമാണ്, പോയാൽ വൈകുന്നേരത്തെ ഫ്ലൈറ്റിന് പോയാൽ സന്തോഷം. പിന്നെന്താ ഞാൻ 2 മണിക്കൂർ തീർത്ത് തരാം. പുള്ളി പോലെ തീർത്ത് തരാൻ ചെയ്ത് 1 മണിക്ക് തന്നെ തീർത്ത് വിട്ടു. അപ്പം അത്രയേ ഉള്ളൂ. അപ്പം അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഒരു അങ്ങനെ അതിന് നിൽക്കാറില്ല. പക്ഷെ കഴിയുന്നതും ആർട്ടിസ്റ്റുകളൊന്നും ആവശ്യത്തിനകത്ത് എല്ലാത്തിനും ഇടപെടണ്ട, അവർ പറഞ്ഞൊക്കെ ചെയ്താൽ മതി എന്ന് പറയുന്നത്. അത് ഈ അസിസ്റ്റൻസിന്റെ കാര്യമൊക്കെ കഷ്ടമുണ്ടോ? സുഹാസിനി പറഞ്ഞു ഇന്റർവ്യൂല്, തഗ് ലൈഫില് സിനിമ ഷൂട്ടിൽ തഗ് മൂപ്പർ തന്നെയാണ്. കാരണം ഇങ്ങനെയായിട്ട് കഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. അത് ശരി, അത് ശരി. ഇത്രയും കഥകളുണ്ട് നിങ്ങൾ. എനിക്കിപ്പോഴും എനിക്ക് അത്ഭുതം തോന്നിയത് ഈ അദ്ദേഹം ഓടിച്ചാടി നടക്കുന്നുണ്ട്. ഞങ്ങൾക്ക് പേടിയാണ്. ആരോ പറഞ്ഞിട്ട് പുള്ളിക്ക് അറ്റാക്ക് ഒക്കെ വന്നിട്ടുള്ള ആളാന്നൊക്കെയാണ് കേട്ടത്. ഞാൻ ആദ്യമായിട്ട് മണിസാറിന്റെ ഓഫീസിൽ പോവാണേ. അപ്പോൾ എന്നോട് വരാൻ പറഞ്ഞിട്ടാണ് ഞാൻ അസിസ്റ്റന്റ് പറഞ്ഞു. ഇത് ഞാൻ എൻ്റെ ഓഫീസ് ആവശ്യമായിട്ട് വിളിക്കാൻ പോയത് ഒരു ഇൻവിറ്റേഷൻ ആനിമേഷൻ ഫെസ്റ്റിവലിന്. ഞാൻ മൂപ്പര് സ്റ്റാർട്ട് അവിടെ ഭയങ്കര ബഹളം, ആൾക്കാർ അങ്ങോട്ട് ഇങ്ങോട്ട്. ഞാൻ എന്ത് ചോദിച്ചപ്പോൾ മണിസാറിന് ആദ്യത്തെ അറ്റാക്ക് കിട്ടിയ ആ ദിവസമാണ് ഞങ്ങൾ കയറി ചെല്ലുന്നത്. അപ്പോൾ എല്ലാവരും എന്നെ ഭയങ്കര നീ കാരണം ഞാൻ ഒന്നുമില്ല. അദ്ദേഹത്തിനകത്ത് അപ്പം എന്തോ അസുഖം വന്നിട്ട് ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഞാൻ കയറി വരുന്നുള്ളൂ, ഇനി യാതൊരു ബന്ധവുമില്ല. അപ്പോൾ ഇത് കുറേ കാലം മുമ്പാണ്. അപ്പോൾ ഇത് അന്നാണ്. അപ്പോൾ അന്ന് ഈ അറ്റാക്ക് കഴിഞ്ഞ് എൻ്റെ അടുത്ത സിനിമ ഇറങ്ങിയത്. പിന്നെ എനിക്ക് അദ്ദേഹത്തിൻ്റെ വീടിനുള്ളിൽ ആരും ബോംബ് എറിഞ്ഞു, നമ്മുടെ കണ്ണത്തിൽ മുത്തം വിട്ടാൽ. അതൊന്നും ഈസ് വെരി സ്ട്രോങ്, റോക്കിൻ ദോഷം എന്ന് പറഞ്ഞാൽ ഒന്നും പറ്റില്ല കേട്ടോ, പേടിക്കണ്ട. ഒരിക്കലേ അതെ, കുറേ പേരുണ്ട്. രാംജിറാവ് കഴിഞ്ഞപ്പോൾ ഒരു പത്രക്കാരൻ ആണ് ആ പുള്ളി അങ്ങെടുത്തോണ്ട് ഒരു പടം ഞങ്ങൾക്ക് എനിക്ക് വേണ്ടി ചെയ്തു തരുമെന്നൊക്കെ ചോദിച്ചു. പുള്ളി ലീഡിങ് പത്രക്കാരനൊക്കെ ആയതുകൊണ്ടും നമുക്കൊന്നും പറയാൻ പറ്റില്ല. നമ്മൾ പിന്നെന്താ നമുക്ക് ചെയ്യാം, സ്വാഭാവികമായിട്ട് അങ്ങനെയല്ലേ പറയുള്ളൂ. പക്ഷെ പുള്ളി അത് അങ്ങോട്ട് പിടിമുറുക്കി പതുക്കെ. അപ്പം ഇനിയിപ്പോൾ അടുത്ത പടം പുള്ളിക്ക് ചെയ്യേണ്ടി വരും. അരിയന്നർ കഴിഞ്ഞാൽ പിന്നെ അടുത്ത പടം ചെയ്യേണ്ടി വരും. റംജിറാവ് കഴിഞ്ഞ് നിൽക്കുന്ന അരിയന്നർ തുടങ്ങാൻ പോകുന്ന അത് പുള്ളി ഇങ്ങനെ പിടിമുറുക്കി. നമുക്കൊരു വിധത്തിൽ പുള്ളിക്ക് വേണ്ടി പടം ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഈ നോ പറയാനും ഒന്നും പറ്റാത്തൊരു, നോ പറയാറില്ല കഴിയുന്നതും. അപ്പോൾ അതിങ്ങനെ മുറി പ്രശ്നമായി, ചെയ്തേ തീരുള്ളൂ എന്നായി. 3ാമത്തെ പടം പുള്ളിക്ക് വേണ്ടി ചെയ്യേണ്ടി വരും എന്ന് പറയുന്ന അവസ്ഥ വെക്കുമ്പോൾ ഒരു ദിവസം പുള്ളി വന്നിട്ട് സങ്കടം പറഞ്ഞു കൊടുത്തൊരു കാര്യം പറഞ്ഞു. ലാലിനറിയോ, എനിക്ക് മനോരമയുടെ എന്തോ സബ് എഡിറ്ററോ ചീഫ് എഡിറ്ററോ എന്തോ ഇതായിട്ട് എനിക്ക് ഞാൻ ഒരിക്കലും പോയിട്ട് അങ്ങനെ കണ്ടു എൻ്റെ ഓണറെ. അപ്പോൾ പുള്ളി പറഞ്ഞൊരു കാര്യം ചെയ്യ്, തിങ്കളാഴ്ച വന്നിട്ട് ഞാനിവിടെ ഉണ്ടാവും, വരും, നമുക്ക് ജോയിൻ ചെയ്തോളൂ. ഭയങ്കര സന്തോഷമായി സാറേ. ഞാൻ പോകാൻ വേണ്ടി ഞായറാഴ്ച നിൽക്കുമ്പോൾ അങ്ങനെ അറ്റാക്ക് വന്നത് മരിച്ചുപോയി. അതൊരു അപ്പം നമ്മുടെ എന്തൊരു കഷ്ടമാണ് പറഞ്ഞാൽ. അത് കഴിഞ്ഞിട്ട് പിന്നെ മാതൃഭൂമിയിൽ ഞാനിങ്ങനെ ഒരു അപ്പം അങ്ങേര് പറഞ്ഞു, ഞാൻ ഒരു കാര്യം ചെയ്യും, തിങ്കളാഴ്ച വന്ന് ഞാനപ്പോൾ തന്നെ സൈൻ ചെയ്ത് തരാൻ, ജോയിൻ ചെയ്തോളൂ. ഞായറാഴ്ച കാലത്തിയപ്പോൾ തിങ്കളാഴ്ച കാലത്ത് പോകാൻ നിൽക്കുമ്പോൾ ന്യൂസ് അറിയുന്നു അങ്ങേര് അറ്റാക്ക് വന്നത് വന്നിട്ട് മരിച്ചുപോയി. അത് കഴിയുമ്പോൾ ഞാൻ പറഞ്ഞു, അപ്പോൾ നിങ്ങളെ സഹായിക്കാൻ ശ്രമിച്ച 2 പേര് പോയി. എന്ത് ധൈര്യത്തിന് ഞങ്ങൾ പടം ചെയ്യും നിങ്ങൾക്ക്? അല്ല, അതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ അതല്ല, ഇത് റിസ്ക് എടുക്കാൻ പറ്റുന്ന കാര്യമല്ലല്ലോ. അപ്പം നമുക്ക് എങ്ങനെയെങ്കിലും ഒന്ന് ഊരാൻ വേണ്ടി നിൽക്കുമ്പോഴാണ് ഇയാൾ ഇതുകൊണ്ട് അങ്ങനെ നമുക്ക് ചെയ്യേണ്ടാവുന്നില്ല. ഈ പോയിന്റിൽ നമ്മൾ വിട്ടില്ല. വേറെ എന്ത് കാര്യമാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഈ ഒരു പ്രശ്നത്തിൽ നമുക്ക് ഒരുപാട് ഒന്നും ആയിട്ടില്ലല്ലോ, പിള്ളേരും ഭാര്യയൊക്കെ അല്ലേ, ഞാൻ ഒഴിവായി പറഞ്ഞോളൂ. ഞാൻ അങ്ങനെ കേട്ടോ. അത് എൻ്റെ അമ്മയ്ക്കുണ്ടായിരുന്നു. എൻ്റെ അമ്മ ഒരു സാരി, പെർട്ടിക്കുലർ ഒരു സാരി എടുത്തിട്ട് 3 കല്യാണത്തിന് പോയി. ആ 3 കല്യാണം ഡൈവോഴ്സായി. സത്യം. എന്നിട്ട് അമ്മ പറഞ്ഞു, നീ ഇത് വേണമെങ്കിൽ ചുരിദാറാക്കി. ഞാൻ വേണ്ട, ഓഫീസിൽ പോയി ഇനി വേറെ പ്രശ്നമാക്കണ്ടല്ലോ. എന്നിട്ട് അതിനെ അമ്മ കർട്ടനാക്കുകയോ പൊടിക്കുകയോ പിടിക്കുകയോ എന്തോ ചെയ്തു. എന്തായാലും അങ്ങനെയുള്ള ഇല്ലോമനുകളുണ്ട് നമ്മുടെ ലൈഫിൽ.
ഈ ഒരുപാട് കൂടെ അതുമാതിരി വർക്ക് ചെയ്ത സുഹൃത്തുക്കളുണ്ടല്ലോ, അതിലിപ്പോൾ തിലകൻ ചേട്ടനാണെങ്കിലും ഇന്നസെന്റ് ഇവരൊന്നും ഇപ്പോൾ ഇല്ല, പകരം വെക്കാൻ ആരും ഇല്ലേ. അതെ അതെ അപ്പോൾ ചില സമയത്ത് ഇവർ ഉണ്ടായിരുന്നെങ്കിൽ തോന്നിയ എന്തെങ്കിലും നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? എനിക്ക് ഞാനേതായാലും കുറെ മുമ്പ് തന്നെ ഡയറക്ഷൻ പരിപാടികളൊക്കെ നിർത്തിക്കൊണ്ടിട്ട് അങ്ങനെ വലിയ മിസ്സിങ് തോന്നിയിട്ടില്ല. പക്ഷെ ഇപ്പോഴും പലപ്പോഴും ഇപ്പോൾ മോനൊക്കെ പടം ചെയ്യാൻ വേണ്ടി ആലോചിക്കുമ്പോൾ നമ്മൾ കാസ്റ്റിങ്ങിന് ആലോചിക്കുമ്പോൾ എന്തൊരു പ്രത്യേകിച്ച് ഈ ഹ്യൂമറിന്റെ സൈഡിൽ ഭയങ്കര സമ്പന്നമായിരുന്നു നമ്മൾ. അതെ, അത് ഭയങ്കരമായിട്ട് നമ്മളിപ്പോൾ ദാരിദ്ര്യം അനുഭവിക്കുന്നു. ഇന്നസെന്റ് ചേട്ടൻ, ജഗതി ചേട്ടൻ, അതങ്ങനെ മാളച്ചേട്ടൻ, ഒടുവിലുണ്ണികൃഷ്ണൻ, ശങ്കരാടി, ഇതിനൊന്നും പകരം വെക്കാൻ ഒരിടത്തും ഒരു മറ്റു ഭാഷക്കാരൊക്കെ അത്ഭുതത്തോടെ ഒരു ആർട്ടിസ്റ്റുകൾ, വേണുചേട്ടൻ, തിലകൻ ചേട്ടൻ, ഹ്യൂമർ കളിക്കാനും എന്ത് ഇങ്ങനത്തെ ഒരു പിടിയല്ല കരമന നായർ കൂടി ഏറ്റവും ഗോവി ഇങ്ങോട്ട് കിടക്കായിരുന്നു. പക്ഷേ ഈ ആൾക്കാരെ വിരഹം, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ സിദ്ദിഖ് സാർ ആണെങ്കിലും ഇപ്പോൾ ഈ അടുത്ത കാലത്ത് വിട്ടുപോയ ഷാഫിയും, ഈ വിരഹം മനസ്സിലാണ്. നമുക്ക് ഗ്രീവിങ്ങിന് ഒരിക്കലും ഒരു എൻഡില്ല എന്ന് പറയും. പക്ഷെ താങ്കൾക്ക് അങ്ങനെയുള്ള അതിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാനായിട്ടുള്ളൊരു സ്വയം കണ്ടുപിടിക്കുന്നതിനും ഇതുണ്ടോ? അത് ഇപ്പോഴും ഞാൻ എന്തെങ്കിലും പഴയ കാര്യങ്ങൾ പറയുമ്പോൾ മറ്റേ പടത്തിലല്ലേ മറ്റുള്ള അഭിനയിച്ചത് എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം ഫോൺ എടുക്കുന്നത് സിദ്ദിഖിനെ വിളിക്കാനായിട്ടാണ്. സിദ്ദിഖ് മറ്റേ പടത്തിന് നമ്മൾ വന്നപ്പോൾ ഒന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ഫോൺ എടുക്കാൻ. അങ്ങനെ ഇതുവരെ വരുമ്പോഴാണ് നമ്മൾ പോയല്ലോ എന്ന് ഓർക്കുന്നത്. അപ്പോൾ അതങ്ങനെ ഇപ്പോഴും രജിസ്റ്റർ ആകാണ്ട് കിടപ്പുണ്ട് അവിടെയോ, അല്ലെങ്കിൽ അങ്ങനെ വരില്ല. അത് തന്നെയായിരുന്നു ഇദ്ദേഹം പോയതോ അങ്ങനെ പെട്ടെന്ന്. എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? സച്ചിയൊക്കെ എന്ന് പറഞ്ഞാൽ എൻ്റെ വീട്ടിൽ ഒരു ദിവസം പോലും മുടങ്ങാതെ വരുന്ന ആളാണ്. വൈകുന്നേരം സച്ചി വീട്ടിലുണ്ടാവും. അത് ഞങ്ങൾ ഇങ്ങനെ ഇരുന്നിരുന്ന് 2 മണി വരെയൊക്കെ ഇരിക്കും. അങ്ങനത്തെ ഒരു ബന്ധമായിരുന്നു. അതൊക്കെ ഭയങ്കര ലോസ് തന്നെയാണ്. അതെ, എപ്പോഴെങ്കിലും വിചാരിച്ചിട്ടുണ്ടോ ചില സാധനങ്ങളെ നമ്മൾക്ക് എനിക്കിത് അനുഭവം വെച്ചാൽ നമ്മളൊരാളെ കാണണമെന്നോ അല്ലെങ്കിൽ ഒരു കാര്യം പറയണമെന്ന് വിചാരിച്ചിട്ട് ഈ പെട്ടെന്ന് മരിച്ചു പോകുമ്പോൾ നമുക്കൊരു റിഗ്രറ്റ് പറയോ, ഞാൻ അത് പറഞ്ഞില്ലല്ലോ ജീവിച്ചിരിക്കുമ്പോൾ എന്ന്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഈ മരിച്ചു പോയവരുടെ ആരോടെങ്കിലും പറയണം തോന്നിയൊരു കാര്യം, എസ്പെഷ്യലി ഫോർ സിദ്ദിഖ് സർ ഓർ? ഒന്നുമില്ല, നമ്മൾ അങ്ങനത്തെ ഒരു ഇതിലായിരുന്നില്ല അല്ലേ? വേദനിപ്പിക്കുന്ന കാര്യങ്ങളല്ലെങ്കിൽ മിക്കവാറും എല്ലാ കാര്യങ്ങളും ഞാൻ പറയുന്ന ആളാണ്. പിന്നെ ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ മാപ്പ് പറയാൻ വേണ്ടി പോകും. അതിന് എത്ര അതിനുവേണ്ടി കഷ്ടപ്പെട്ടാണെങ്കിലും യാത്ര ചെയ്തിട്ടാണെങ്കിലും ഫോൺ ചെയ്തിട്ടാണെങ്കിലും എന്താ നിവൃത്തി അനുസരിച്ച് ഞാനത് പറഞ്ഞ് തീർക്കാം. എനിക്ക് ശത്രുക്കൾ അങ്ങനെ ഇല്ല എന്ന് തന്നെ പറയാം. ഇന്റർവ്യൂ ചെയ്താൽ മാത്രമേ ഇന്റർവ്യൂവിൽ മാത്രമേ ശത്രുക്കളുള്ളൂ. ഇന്റർവ്യൂവിനോടുള്ള ശത്രുതയുള്ളൂ, അത്രേ ഉള്ളൂ. ഞാൻ എല്ലാ വഴക്കുകളൊക്കെ പറഞ്ഞു തീർക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. കാരണം ഒന്നും സ്ഥായിയായിട്ടുള്ള കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. പിന്നെ ഒരു സോറി പറഞ്ഞു, നമ്മുടെ മിസ്റ്റേക്ക് ആണെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് മാത്രമല്ല സോറി പറയുന്നത് ഇപ്പോൾ അവരുടെ തെറ്റാണെന്ന് തോന്നുകയാണെങ്കിൽ ഞാൻ ആ വശത്ത് നിന്നിട്ട് ആലോചിക്കാനായിട്ട് താല്പര്യമുള്ള ആളാണ്. ഞാൻ എപ്പോഴും എൻ്റെ ഭാര്യയുടെ അടുത്തും പിള്ളേരുടെ അടുത്തും ഒക്കെ പറയുന്ന കാര്യം ശരിയാണ്. പക്ഷെ അവൻ്റെ സിറ്റുവേഷൻ ഒന്ന് ആലോചിച്ചു. ആ സമയത്ത് ചിലപ്പോൾ അവൻ ഇങ്ങനെ ഒരു കാരണം കൊണ്ടിട്ടാണ് അത് പറഞ്ഞതെങ്കിലോ ഒരു കാര്യം ജലാലിൻ്റെ രൂപക്കെട്ടിൽ കയറ്റി വെക്കാം, ഒരു പുണ്യാളെന്നൊക്കെ പറയും. പക്ഷെ ഞാനെപ്പോഴും ആ സൈഡിൽ നിന്ന് ആലോചിക്കാറുണ്ട്. ആകാമെന്ന് ഓരോരുത്തരുടെ മൂഡ് അനുസരിച്ചിട്ടല്ലേ ഒരു സംഭവിക്കുന്നത്. പക്ഷെ ഒരാൾ ഫേക്ക് ആണെന്ന് എത്ര സമയം കൊണ്ട് കണ്ടുപിടിക്കാൻ പറ്റും? ഫേക്ക് ആണെന്ന് ശരിക്കും ആദ്യം കാണുമ്പോൾ തന്നെ കണ്ടുപിടിക്കാൻ പറ്റും. പിന്നെ പക്ഷെ അത് നമ്മൾ തിരുത്തും, അവിടെയാണ് മിസ്റ്റേക്ക് വരുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് എപ്പോഴെങ്കിലും തട്ട് കിട്ടുമ്പോഴേ മനസ്സിലാവുള്ളൂ. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് കണക്ട് ചെയ്യും. അന്ന് തോന്നിയതാണ്. ഒരിക്കലും ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനെ പോലത്തെ ഒരാളുമായിട്ട് മമ്മൂട്ടിയുടെ അടുത്ത് ഒന്ന് സംസാരിച്ച് ഇറങ്ങിയപ്പോൾ തന്നെ നമുക്ക് ആരാണത്? ഞാൻ പറഞ്ഞ സുഹൃത്താണ്. കുഴപ്പമുണ്ടോ എന്നെ കൂടി ഒന്നും കൂടണ്ട ഞാൻ പറഞ്ഞിട്ട് അടുത്ത സുഹൃത്താണ്. ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അതുകൊണ്ട് കറക്റ്റായിട്ട് ബാധിച്ചു. അങ്ങനെ തന്നെയായിരുന്നു സംഭവം. വലിയ അടിയൊക്കെ കിട്ടി എനിക്ക് മാത്രമല്ല, എനിക്ക് സിദ്ദിഖിനും. അപ്പോൾ അപ്പം സിദ്ദിഖും പറയാം ഇത് കറക്റ്റായിട്ട് മമ്മൂക്കാന്ന് പറഞ്ഞു. മമ്മൂക്കൊക്കെ ആളെയും പരിചയമില്ല. അവൻ ശരിയല്ല കേട്ടോ. മമ്മൂക്കയുടെ മദ്രാസിൽ വീട്ടിൽ ചെന്നപ്പോഴാണ് പറഞ്ഞത്. അതെ, അതൊക്കെ ഉണ്ട്, അത് നമുക്കൊക്കെ ഉണ്ട്, എല്ലാവർക്കും ഉണ്ട്. പക്ഷെ ഒരിക്കൽ അടി തന്ന അവിടെ പിന്നെ തിരിച്ച് വീണ്ടും എപ്പോഴെങ്കിലും ഈ സിനിമയിൽ നിങ്ങൾക്ക് സ്ഥിരം ശത്രുക്കളില്ല, സ്ഥിരം ഫ്രണ്ട്സ് ഇല്ല എന്നൊക്കെ പറയുമല്ലോ. പക്ഷെ അങ്ങനെ അടി കിട്ടിയവരുടെ പേര് തിരിച്ച് അസോസിയേറ്റ് വന്നിട്ടുണ്ടോ? ഒരു അടി തന്ന ആൾക്ക് പിന്നീട് നമ്മൾ വളരെ കെയർഫുൾ ആയിട്ട് തിരിച്ചു പോയി എന്തെങ്കിലും ഒരു സാധനം പിന്നീട് വർക്ക് ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ? ഞാൻ വീണ്ടും അത് സൂക്ഷിച്ചു നിൽക്കുന്നേ ഉള്ളൂ. സിദ്ദിഖ് ഷാർപ്പായിട്ട് കട്ട് ചെയ്യും. സിദ്ദിഖ് ആ കാര്യത്തിനകത്തും മിടുക്കൻ പല കാര്യത്തിനകത്ത് എനിക്ക് ഈ പറഞ്ഞ അഭിപ്രായമുണ്ട്. ഒന്നവരുടെ സൈഡിൽ നിന്ന് ആലോചിക്കാന്ന് പറയുന്നത്. ഇപ്പം എന്താ പറയുക, റാംജി റാവുവിൽ ഒരു സ്റ്റിൽ ഫോട്ടോഗ്രാഫർ വരാമെന്ന് പറഞ്ഞിരുന്ന ആൾ വന്നില്ല. ഫൈറ്റ് മാസ്റ്റർ ഒരാൾ വരാമെന്ന് പറഞ്ഞിരുന്ന ആൾ വന്നില്ല. ഫൈറ്റ് മാസ്റ്റർ വരാതിരുന്നത് ജോഷി സാറിൻ്റെ ഒരു പടം എന്തോ മഞ്ഞിലൊക്കെ ഷൂട്ട് ചെയ്യുന്നൊരു പടത്തിൻ്റെ അതിന് വേണ്ടിയിട്ടൊക്കെ പോകേണ്ടി വന്നുകൊണ്ടിട്ടാണ്. അപ്പോൾ ജോഷി സാറിന് തള്ളി പറയാൻ പറ്റാത്തതുകൊണ്ടാണ്. മറ്റേ പുള്ളി ഒരു പടം ഇതുപോലെ തന്നെ സത്യനന്ദിക്കാരൻ്റെ പടത്തിൻ്റെ ഇതിന് പോകാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ അത് അവർ നമ്മൾ പുതിയ ഡയറക്ടേഴ്സ് ആയതുകൊണ്ട് നമ്മൾ ഒഴിവാക്കി എന്ന് എന്നും വിശ്വസിക്കാൻ തീരുമാനിച്ചിട്ടുള്ള ആളാണ് സിദ്ദിഖ്. പിന്നെ അവരുമായിട്ട് ആ ബന്ധത്തിൽ നിൽക്കില്ല. ഒരു തിയേറ്ററിൽ ഞങ്ങളുടെ പടം 100-ാം ദിവസം പോസ്റ്റർ ഒട്ടിക്കാൻ വേണ്ടി ഇരിക്കുന്ന ദിവസം 99-ാം ദിവസം പടം മാറ്റാൻ തീരുമാനിച്ചു അവർ.
കാബൂളിവാലയാണ്. അപ്പോൾ റിക്വസ്റ്റ് ചെയ്തിട്ട് അവർ പറഞ്ഞല്ലോ മറ്റേ പടം കമ്മിറ്റ് ചെയ്ത് പോസ്റ്റർ അടിച്ച് ഒരു ദിവസം കൂടി ഒന്നും തന്നില്ല. ഉടനെ സിദ്ദിഖ് തീരുമാനിച്ചു ഇനി ആ തിയേറ്ററുമായിട്ട് ആരും ബന്ധമില്ല, അവിടെ പടം കൊടുക്കില്ല. ഞാൻ പറഞ്ഞു സിദ്ദിഖ് ഇതിന് വഴക്കിട്ടിട്ടുള്ള കാര്യം അവരുടെ ഒരു പ്രശ്നമുണ്ട്, അവർ സൈൻ ചെയ്ത് പോയതുകൊണ്ടാണ്. പിന്നെ നമുക്കൊരു കാര്യം ചെയ്യാം, അടുത്ത പടം തരാം, 200 ദിവസം കളിക്കാവുന്ന ആദ്യം തന്നെ എഴുതി തരാമെങ്കിൽ കൊടുക്കാം, എന്നിട്ട് നമുക്കിത് മാർക്കറ്റ് ചെയ്യാം. സിദ്ദിഖ് നിൽക്കില്ല, അത് വേണ്ട, അവരുമായിട്ടുള്ള ബന്ധമാണ്. അതെ, ഇത്രയും കാലമായിട്ട് ഒരു വനിതാ സംവിധായകരോട് വർക്ക് ചെയ്തിട്ടുള്ളൂ അല്ലേ? മറ്റേ ഉദയനിധി, കൃത്തിക ഉദയനിധി അല്ലേ? ഇല്ല, രണ്ടുപേരോട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഒരു മാഡ് ഡാഡ് എന്ന് പറഞ്ഞ പടം ഉണ്ടല്ലോ, എന്താണ് അവരുടെ പേര്? രേവതി വർമ്മയുടെ പടം. അവരെ പക്ഷേ അടുത്ത് ഞാൻ മോശമായിട്ട് പെരുമാറിയെന്നൊക്കെ പറഞ്ഞത് ചാനൽ ഇന്റർവ്യൂലോ എന്തിലോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലാലു എൻ്റെ അടുത്ത് വളരെ മോശമായിട്ട് പെരുമാറിയത്. പക്ഷെ അതെല്ലാവരും എടുത്തൊന്നും ലൈംഗികമായിട്ട് ഞാൻ എന്താ പെരുമാറി എന്നുള്ള രീതിയിലെടുത്തത്. പക്ഷെ മോശമായിട്ട് ഞാൻ പെരുമാറിയായിട്ട് ഞാൻ ഉറക്കണില്ല. പക്ഷെ ഞാൻ ഈ പറഞ്ഞ ജനാർദ്ദൻ ചേട്ടനൊക്കെ ഉണ്ടായിരുന്ന പടത്തിന്. ജനാർദ്ദൻ ചേട്ടനൊക്കെ ഒരു മയമില്ലാണ്ട് തമാശയും ഒക്കെ പറയുന്ന ആളാണ്. അതിനൊക്കെ ഇത് ചിരിച്ചിട്ടുള്ള ആളാണ് ഞാൻ. അതുകൊണ്ടാണോ എന്താണെന്ന് അറിയില്ല, അവർക്കത് ഫീൽ ചെയ്തിട്ടാണോ വയസ്സായ നമുക്ക് ഒരുപാട് വെറ്ററൻ ആയിട്ടുള്ള ഒരുപാട് ഓൾഡ് ആക്ടേഴ്സ് ഉണ്ടല്ലോ. എന്തോ ഒരുപാട് വയസ്സായ നമ്മുടെ ഇപ്പോൾ ഈ ജനാർദ്ദൻ ചേട്ടൻ, മധു സാർ, ഇവരൊക്കെ ശരിക്കും പറഞ്ഞാൽ തിരിച്ച് ഇവരുടെ ഒരു സിനിമകൾ തിരിച്ചു താങ്കൾക്ക് ഒരു സാധനം ചെയ്യാൻ പറ്റുമോ ഇവരെ വെച്ച്? ചെയ്യാൻ പറ്റായി ഒരു ഡയറക്ഷൻ ഇപ്പോഴും മനസ്സിലില്ലേ ഇനി? ഡയറക്ടറാ? ഇല്ലില്ല, എനിക്ക് ആ സ്ട്രെയിൻ എടുക്കാൻ വയ്യ. ഒന്നാമത് ഞാൻ നല്ല സ്മോക്കറാണ്, സിഗരറ്റ് ആരോഗ്യത്തിന് നല്ലതല്ല. അല്ലെങ്കിൽ ഞാൻ അത്യാവശ്യം വലിക്കുന്ന ആളാണ്. ഈ ഡയറക്ഷൻ തുടങ്ങുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ ഡയറക്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരുപാട് വലിക്കും എന്ന് പറഞ്ഞാൽ ഒരു സിഗരറ്റ് കളയുന്നത് വേറെ കത്തിച്ചിട്ടായിരിക്കും. ആ വിധത്തിൽ ഞാൻ അപ്പൊ എനിക്ക് തന്നെ അറിയാം, ഞാൻ അങ്ങനെ ഒരു 2 പടമൊക്കെ ഡയറക്ട് ചെയ്ത് ഞാൻ തടിപ്പും ഉറപ്പായിട്ടും അടുപ്പിച്ച് ചെയ്ത് കഴിഞ്ഞാൽ. അത് അങ്ങനെ റിസ്ക് വേണ്ട. വീട്ടില് വൈഫ് ഞാൻ പണ്ട് കണ്ടിട്ടുണ്ട്, പിന്നെ ഒരിക്കൽ കല്യാണത്തിന് കണ്ടു ഇതുമാതിരി. ഈ ഒരു ഹാബിറ്റ് ആണല്ലോ, കുറച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഭാര്യ നല്ല ഫ്രണ്ട്ഷിപ്പ് പിന്നെ ഒരു ഹാബിറ്റായി മാറും. അപ്പോൾ താങ്കളെ പറ്റിയുള്ള സ്ഥിരമായിട്ടുള്ള അവർക്കൊരു സ്ഥായി ആയിട്ടുള്ളൊരു എന്താ പറയുക, കംപ്ലൈന്റ് ഞാൻ പറയില്ല, പരാതി സ്മോക്കിംഗ് ആണ്. വേറൊരു കാര്യത്തിന് എന്നെ പറ്റി അങ്ങനെ ഒരു പരാതി പറയേണ്ട കാര്യമില്ല. നിങ്ങൾ തീന്മേശക്കുള്ള എല്ലാവരും സിനിമക്കാരാണല്ലോ വീട്ടിൽ, അപ്പോ ഈ സംസാരം എന്താ സാധാരണ വരിക? സിനിമയായിരുന്നു കുറച്ചാൾ മുമ്പ് വരെ, എപ്പോഴും സിനിമയെ പറ്റി തന്നെയായിരുന്നു ചർച്ച. ഇപ്പൊ സിനിമ ചർച്ച ഞങ്ങൾ വീട്ടിൽ നിന്ന് ഒഴിവാക്കാം ഞങ്ങൾ തീരുമാനിച്ചു. കാരണം ഈ മിക്കവാറും എല്ലാവരും വന്ന് കൂടുമായിരുന്നു അവിടെ, ഫ്രണ്ട്സായിട്ടും ഇവിടെ അനുജന്മാരും എല്ലാവരുടെ ഭാര്യമാരുടെ സിസ്റ്റേഴ്സ് അവരുടെ ഭർത്താക്കന്മാരൊക്കെ വരുമായിരുന്നു. പിന്നെ അതിനകത്ത് കുറേ പേർക്ക് ഇതിനകത്തേക്ക് അങ്ങോട്ട് കയറാൻ പറ്റാതെ ഒരു ചർച്ച ഇങ്ങനെ ഒരു വശത്ത് നിന്നിട്ട് കറങ്ങുന്നു എന്നുള്ള സംഭവം വന്നപ്പോൾ പിന്നെ ഞങ്ങൾ തീരുമാനിച്ചു സിനിമ ചർച്ച കഴിയുന്നതും. അച്ഛൻ ഫാദർ എന്നല്ലാലും ഗ്രാൻഡ് ഫാദർ എന്നല്ലാലും എങ്ങനെയാ? ഞാൻ എല്ലാത്തിനകത്തും കറക്റ്റായിട്ട് അവർ കൂട്ടുകാരൻ തന്നെ എല്ലാവർക്കും. പക്ഷെ മക്കളോട് ഇത്ര കൂട്ടുകാരായിരുന്നു അവര് വളരുമ്പോ? മക്കൾ വളരുമ്പോഴേ അത്രയും ഫ്രണ്ട്ഷിപ്പ് ഉണ്ടോ ഗ്രാൻഡ് കുട്ടികളുടെ അടുത്തുള്ള മാതിരി? അല്ലല്ലോ. എനിക്കോ? പിന്നെ ഞാൻ അവരുടെ അടുത്തൊക്കെ നല്ല സുഹൃത്തിനെ പോലെ തന്നെ പെരുമാറുന്നത്. മദ്യപാനമാണെങ്കിലും മദ്യപാന ആരോഗ്യത്തിന് കാര്യമില്ല, ഞങ്ങള് ഒരുമിച്ച് മദ്യപിക്കാറുണ്ട് മക്കളുടെ കൂടെ. വെരി ഗുഡ്. തമാശകളൊക്കെ പറയാം, എല്ലാവരും കൂടെ ഒരുമിച്ച് അങ്ങനെ പറയാവുന്ന തമാശകൾ പറഞ്ഞാൽ മതി. പുറത്ത് പറയുന്ന തമാശകൾ വീട്ടിലും പറയാൻ പറ്റുന്നതായിരിക്കണം. അതാണ്. ഇനി നമ്മൾ എങ്ങനെയും ഏതെങ്കിലും എയർപോർട്ടിൽ വെച്ച് കാണുന്നതായിരിക്കും. ഈ ഇന്റർവ്യൂല് എത്ര ശത്രുക്കൾ കിട്ടിയിട്ടുണ്ടാവും? ഇതിനകത്ത് എന്താണെങ്കിലും 2-3 പേരെ കിട്ടിയിട്ടുണ്ടാവും. ഇവര് 3 കണക്കാക്കിയിട്ടുണ്ട്. ഒന്ന് മണി സാർ, ലാൽ ജോസ്, പിന്നെ ലാൽ ജോസ് 3 പേരായിട്ടുണ്ടാവും. ലാൽ ജോസ് ഇത് ഇന്റർവ്യൂ കട്ട് ചെയ്ത് കളയുമെന്ന് എനിക്കറിയില്ല. ഇടുന്നതാണെങ്കിൽ എനിക്ക് ചെറിയ വിഷമമുള്ളതുകൊണ്ടാണ്. ഒരു ദിവസം ലാൽ ജോസ് എൻ്റെ അടുത്ത് നേരിട്ട് ചോദിക്കുമ്പോൾ ഞാൻ പറയാം എന്തൊക്കെയാണ് കാര്യങ്ങളെന്ന്, സങ്കടങ്ങൾ. സുരേഷ് കൃഷ്ണ അത് വളരെ നല്ല സ്പിരിറ്റോടി എടുക്കുമെന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട്. കാരണം അയാൾ എൻ്റെ ഭയങ്കര അടുത്ത സുഹൃത്താണ്. ലാൽ ജോസ് നല്ല സുഹൃത്താണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഇനി എന്താ പറയുക, പോകുമ്പോൾ നമ്മൾ പറയും യാത്രയില്ലാന്ന്. അപ്പോൾ അതുകൊണ്ട് താങ്ക് യു സോ മച്ച്. എന്നെ ഒരുപാട് വേറൊരു കാലഘട്ടത്തിലേക്ക് കൊണ്ടുപോയി ഒരുപാട് ചിരിപ്പിച്ചത് നന്ദി. താങ്ക് യു. പിന്നെയും കൂടാം. അതെ.